അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ജാവയുടെ കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, കൺട്രോൾ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ജാവയിലെ കുറച്ച് സെറ്റ് ഓഫ് കോഡുകളുടെ ഫ്ലോ, എന്ത് സ്റ്റേറ്റ്മെന്റ്സിന്റെ ബേസിസിലാണ് നമ്മൾ ഈ ഫ്ലോ പറയാൻ പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജാവയിൽ മെയിൻ ആയിട്ട് 3 ടൈപ്പ് ഓഫ് പ്രൈമറി കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഉള്ളത്. അതിലൊന്നാണ് നമ്മളെ ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ്സ് അഥവാ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ്. രണ്ടാമത്തെ നമ്മളെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് അഥവാ ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയും. മൂന്നാമത് വരുന്നത് ജമ്പിങ് അല്ലെങ്കിൽ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയും. ഓക്കെ, ഇതിൽ നമ്മൾ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ആ വേർഡിൽ തന്നെ ഇല്ലേ, നമ്മൾ എന്ത് ചെയ്യാനാണ് യൂസ് ചെയ്യാൻ പോകുന്നത്? ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി അഥവാ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ്സിനെ തന്നെ നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് എന്നും പറയും. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റ് അഥവാ ഈ ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് സെർട്ടൈൻ കണ്ടീഷൻസിന്റെ ബേസിസിലാണ്. നമ്മൾ എന്ത് കണ്ടീഷൻ കൊടുക്കുന്നോ ആ കണ്ടീഷന്റെ ബേസിസിലാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ കോഡുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇതിൽ വരുന്നതാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്, ഇഫ് സ്റ്റേറ്റ്മെന്റ്, ഇഫ് എൽസ് ലാഡർ, സ്വിച്ച്, ടെർണറി ഓപ്പറേറ്റർ. ഓക്കെ, ഇതിൽ നമ്മൾ ഇത് നോർമലി എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും കേട്ടിട്ടുള്ളതായിരിക്കും. ഇഫ് സ്റ്റേറ്റ്മെന്റും ഇഫ് എൽസും ഒക്കെ നമ്മൾ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും കേട്ടിട്ടുള്ളത് തന്നെ. അതേ സെയിം കൺസെപ്റ്റ് തന്നെയാണ്, തിയററ്റിക്കലി സിമിലർ തന്നെയാണ്. നമുക്ക് എന്തേ മാറ്റം വരുള്ളൂ? സിൻടാക്സ് മാത്രമേ മാറ്റം വരുള്ളൂ. ഇനി എന്താ ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു സെറ്റ് ഓഫ് കണ്ടീഷന്റെ ബേസിസിൽ എയ്തർ നമ്മൾ ഈ സെറ്റ് ഓഫ് കോഡിനെ എക്സിക്യൂട്ട് ചെയ്യും ഓർ നമ്മൾ ഇതിനെ സ്കിപ്പ് ചെയ്യും. ഓക്കെ, അതായത് നമ്മളൊരു കണ്ടീഷൻ പാസ് ചെയ്യുകയാണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ സെറ്റ് ഓഫ് കോഡിനെ എക്സിക്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ സ്കിപ്പ് ചെയ്യും. ഓക്കെ, നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് കണ്ടീഷൻ പാസ് ചെയ്യും. കണ്ടീഷന്റെ ബേസിസിൽ ഒന്നുകിൽ നമ്മൾ കോഡിനെ എക്സിക്യൂട്ട് ചെയ്യും അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യും. അപ്പോൾ ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? എയ്തർ ടു റൺ എ സെർട്ടൻ കോഡ് ഓർ എ സ്കിപ്പ്. ഓക്കെ, ഒന്നുകിൽ നമുക്കൊരു സെർട്ടൻ കോഡുകൾ നമ്മൾ റൺ ചെയ്യും അല്ലെങ്കിൽ നമ്മൾ അതിനെ സ്കിപ്പ് ചെയ്യും. എന്തിന്റെ ബേസിസിലാണ്? കണ്ടീഷന്റെ ബേസിസിൽ. അതിൽ ആദ്യം വരുന്നതാണ് ഇഫ് സ്റ്റേറ്റ്മെന്റ്. ഇഫ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സിക്യൂട്ട് എ ബ്ലോക്ക് വെൻ ദ ഗിവൺ കണ്ടീഷൻ ഈസ് ട്രൂ. നമ്മൾ ഇഫിനുള്ളിൽ ഒരു കണ്ടീഷൻ പാസ് ചെയ്യും. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ ആ ബ്ലോക്ക് ഓഫ് കോഡിനെ റൺ ചെയ്യും, ഇല്ലെങ്കിൽ നമ്മൾ ഇതിനെ എന്ത് ചെയ്യും? സ്കിപ്പ് ചെയ്യും. ഓക്കെ, അപ്പം അതാണ് ഈ പറയുന്നത്. ഇഫിന്റെ സിൻടാക്സ് എങ്ങനെയാണ്? ഇഫ് ബ്രാക്കറ്റിൽ ഞാനൊരു കണ്ടീഷൻ പാസ് ചെയ്യും. നമ്മൾ ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു കോഡിന്റെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ ബ്രേസസ് ഒരു ക്ലോസ് ബ്രേസസ് എന്നുള്ള രീതിയിലായിരിക്കും. ഓക്കെ, ഈ കേർലി ബ്രാക്കറ്റിനെയാണ് നമ്മൾ ബ്രേസസ് എന്ന് പറയുന്നത്. ഇതിനുള്ളിലായിരിക്കും നമ്മൾ എന്ത് കോഡാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, കണ്ടീഷൻ ട്രൂ ആവുമ്പോൾ എന്ത് കോഡാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഈ ഇഫിനുള്ളിലായിരിക്കും എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏജ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, എൻ്റെ വേരിയബിളിൻ്റെ പേര് ഏജ് ആണ്. ഞാൻ ഇതിലേക്ക് അസൈൻ ചെയ്യാൻ പോകുന്ന വാല്യൂ 20 ആണ്. 20 എന്ന് പറയുന്നത് ഇൻഡിജർ ടൈപ്പാണ്. നമുക്ക് ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഡേറ്റ ടൈപ്സിനകത്ത് നമ്മൾ ടൈപ്പ് പറയും. ഇൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഇൻഡിജർ വേരിയബിൾസിനെ നൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡേറ്റ ടൈപ്പാണ്. അപ്പോൾ ഞാൻ കൊടുക്കുന്ന ഡേറ്റ 20 എന്ന് പറയുന്നത് ഇൻഡ് ആയതുകൊണ്ടാണ് ആ ഏജ് എന്ന് പറയുന്ന വേരിയബിൾ എന്ത് ടൈപ്പ് ആയത്? ഇൻഡ് ടൈപ്പ് ആയത്. അതുകൊണ്ടാണ് ഏജിന് മുന്നേ നമ്മൾ എന്തെന്ന് നൊട്ടേറ്റ് ചെയ്തത്? ഇൻഡ് എന്ന് ഡിനോട്ട് ചെയ്തത്. അപ്പോൾ ഇൻഡ് ഏജ് ഈക്വൽ ടു 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അസൈനേഷൻ നടക്കുന്നത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ്. അതായത് 20 എന്ന് പറയുന്ന ഡേറ്റ എങ്ങോട്ടേക്ക് പോകും? ഏജ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ആവും. അതായത് നമ്മളൊരു മെമ്മറി സ്പേസിൽ ഏജ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ അഥവാ ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ആവും. ഞാൻ ഏജ് എന്ന് പറയുന്ന ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ആയിട്ട് ഇതിനുള്ളിലേക്ക് ഞാൻ എന്ത് ചെയ്യും? ഈ 20 എന്ന് പറയുന്ന ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ വേരിയബിൾ എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഒരു കണ്ടെയ്നറാണ്. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ചെയ്തേക്കുന്നത്? ഏജ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിൽ 20 എന്ന് പറയുന്ന ഇൻഡിജർ വാല്യൂ സ്റ്റോർ ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തേക്കുക? ഇഫ് എൻ്റെ ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണെങ്കിൽ അഡൾട്ട് ആണെന്ന് പ്രിന്റ് ചെയ്യണം. അപ്പം ഈ ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്നതാണ് കണ്ടീഷൻ. കണ്ടീഷൻസ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഇതേപോലത്തെ നമ്മുടെ സിമ്പലുകളായിരിക്കും. ഓക്കെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നൊക്കെ പറയുന്ന ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പം ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ഓൾറെഡി നമ്മൾ ഏജ് എന്ന് പറയുന്ന വേരിയബിളിൽ എന്തുണ്ട്? 20 എന്ന് പറയുന്ന ഒരു ഡേറ്റ ഉണ്ട്. അപ്പം ഈ കണ്ടീഷൻ എങ്ങനെ ആവും? 20 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18. 20 18നേക്കാൾ വലുതോ ഈക്വൽ ടു 18 ആണെങ്കിൽ മാത്രം എന്ത് എക്സിക്യൂട്ട് ചെയ്യണം? ആ കോഡ് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പം നമ്മൾ സിൻടാക്സിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ബ്ലോക്ക് ഓഫ് കോഡിനെ സ്കിപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താ ഞാൻ കൊടുത്തിരിക്കണേ? ഏജ് 20 ഏജ് എന്ന് പറയുന്നത് 18നേക്കാൾ ഗ്രേറ്റർ ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തെന്ന് പ്രിന്റ് ആവും? യു ആർ ആൻ അഡൾട്ട് എന്ന് പ്രിന്റ് ആവും. ഇനി ഇൻ കേസ് ഞാൻ ഏജിൽ പാസ് ചെയ്തിരുന്നത് 15 ആയിരുന്നുവെങ്കിൽ
15 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 എന്ന് പറയുന്ന കണ്ടീഷൻ എന്താണ്? ഫോൾസ് ആണ്. കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ ആ കോഡ് എന്താവില്ല? എക്സിക്യൂട്ട് ആവില്ല. സ്കിപ്പ് ചെയ്ത് നമ്മൾ നമ്മുടെ ബ്ലോക്കിന് പുറത്ത് വരും. അപ്പം ഇഫ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഇഫ് എങ്ങനെയാണ് വർക്ക് ആവുന്നത്? ഇഫ് ഞാനൊരു കണ്ടീഷൻ പാസ് ചെയ്യുന്നു, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ കോഡ് എക്സിക്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. അതുപോലെ നമ്മൾ രണ്ടാമത്തതാണ് ഇഫ് എൽ സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ ഇഫിനൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ആവും, ഇല്ലെങ്കിൽ ലൂപ്പിന് പുറത്ത് വരും. ഫോൾസ് ആവുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പം ഇഫ് എൽസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇഫ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുകയും, ഫോൾസ് ആണ് എന്നുണ്ടെങ്കിൽ ഏത് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും? എൽസ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എക്സിക്യൂട്ട്സ് വൺ ബ്ലോക്ക് ഇഫ് ട്രൂ, അനദർ ഇഫ് ഫോൾസ്. അപ്പോൾ ട്രൂ ആണെങ്കിൽ ഒരു ബ്ലോക്കും, ഫോൾസ് ആണെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ ബ്ലോക്കും എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ എന്താ ചെയ്തേക്കണേ? എൽസ് ബ്ലോക്കിനകത്ത് നമുക്ക് കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ല. ഇഫിലാണ് നമ്മൾ കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യുന്നത്. ട്രൂ ആണെങ്കിൽ ആ കണ്ടീഷൻ വർക്ക് ആവുന്നത് ഇഫിന്റെ താഴെയുള്ള ബ്ലോക്ക് എക്സിക്യൂട്ട് ആവും. ഫോൾസ് ആണെങ്കിൽ എൽസ് ബ്ലോക്കിൽ നമ്മൾ എന്താണോ എഴുതിയിരിക്കുന്നത് അത് കാണിക്കും. ഓക്കെ, ഇപ്പൊ ഇവിടെ എങ്ങനെ ചെയ്തേക്കണം? ഇഫ് ഞാനൊരു കണ്ടീഷൻ പാസ് ചെയ്യുന്നുണ്ട്, ട്രൂ ആണെങ്കിൽ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുക, എൽസ് ഫോൾസ് ആയിട്ടുള്ള രീതിയിലുള്ള ബ്ലോക്ക് പാസ് ചെയ്യുക. എക്സാമ്പിൾ എന്താ പറഞ്ഞേക്കണേ? ഞാൻ നമ്പർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, 5 എന്ന് പറയുന്ന ഡേറ്റ അതിലേക്ക് പാസ് ചെയ്തിട്ടുണ്ട്. 5 എന്ത് ടൈപ്പാണ്? ഇൻഡിജർ ടൈപ്പാണ്. അതുകൊണ്ടാണ് ഇൻഡ് നമ്പർ ഈക്വൽ ടു 5 എന്ന് വന്നത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത്? ഇഫ് നമ്പർ മോഡുലസ് ഓഫ് 2 ഈക്വൽ ടു 0. മോഡുലസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ നമുക്കുണ്ട്. മോഡുലസ് ഓപ്പറേറ്റർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, റിമൈൻഡർ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഈ മോഡുലസ് ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് സ്ലാഷും ഉണ്ട്, മോഡുലസും ഉണ്ട്. സ്ലാഷ് വെച്ച് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഡിവിഷൻ്റെ കോഷ്യൻറ്റും, മോഡുലസ് വന്നു കഴിഞ്ഞാൽ എനിക്ക് റിമൈൻഡറും കിട്ടും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 5/2 ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 5/2 ചെയ്തിട്ട് 2 എന്ന് പറയുന്ന കോഷ്യൻറ്റ് കിട്ടും. ഇനി ഞാൻ 5 മോഡുലസ് 2 ആണ് ചെയ്യുന്നതെങ്കിൽ റിമൈൻഡർ ആയിട്ടുള്ള 1ഉം കിട്ടും. ഓക്കെ, അപ്പോൾ റിമൈൻഡർ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? മോഡുലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഈവൻ നമ്പറിൻ്റെ ലോജിക്ക് അറിയില്ലേ? ഞാനിപ്പോൾ ഒരു നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം എനിക്ക് റിമൈൻഡർ 0 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആ നമ്പർ ഈവൻ നമ്പറാണ്. റിമൈൻഡർ 1 മറ്റോ ആണ് വരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അത് ഓടാണെന്നാണ്. അപ്പം ഞാൻ നമ്പർ മോഡുലസ് 2 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാനൊരു നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് റിമൈൻഡർ 0 വരണം എന്നാണ് അർത്ഥം. അതായത് അതൊരു ഈവൻ നമ്പറാണ് എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ അതെന്തായിരിക്കും? ഒരു ഓഡ് നമ്പർ ആയിരിക്കും. അപ്പോൾ ഇവിടെ ശരിക്കും നമ്മൾ എന്താ എഴുതിയിരിക്കുന്നത്? ഒരു നമ്പർ ഈവൻ ആണോ ഓടാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ലോജിക്കൽ പ്രോഗ്രാമാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്തേക്കണം? ഇഫ് നമ്പർ മോഡ് 2 ഈക്വൽ ടു 0 എന്ത് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു? ഈവൻ നമ്പർ എന്ന് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. എൽസ് എന്തെന്ന് പ്രിന്റ് ചെയ്യണം? ഓഡ് നമ്പർ എന്ന് പ്രിന്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ നമ്പർ എത്രയാണ്? 5 ആണ്. 5 മോഡ് 2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? റിമൈൻഡർ 1 കിട്ടും. ഓക്കെ, അപ്പോൾ അത് ഈക്വൽ ടു 0 ആണോ? 5 ഒരിക്കലും നമ്മൾ 0 മോഡുലസ് 2 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് റിമൈൻഡർ എത്രയായിരിക്കും കിട്ടുന്നത്? 1 ആയിരിക്കും. 0 അല്ലാത്തത് കൊണ്ട് തന്നെ അതെന്താണ്? ഓഡ് നമ്പർ ആണ്. അപ്പം നമ്മുടെ കണ്ടീഷൻ എന്തായി? ഫോൾസ് ആയി. 5 മോഡ് 2 ഈക്വൽ ടു 0 അല്ല, നോട്ട് ഈക്വൽ ടു 0 ആണ്. കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ എന്ത് പറ്റും? ഇഫ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യില്ല, സ്കിപ്പ് ചെയ്ത് നമ്മൾ എവിടെ വരും? എൽസ് ബ്ലോക്കിലേക്ക് വരും. എൽസ് ബ്ലോക്കിൽ എന്താണോ എഴുതി, എൽസ് ബ്ലോക്കിൽ പ്രത്യേകിച്ച് കണ്ടീഷൻ ഒന്നും ചെക്ക് ചെയ്യണ്ടല്ലോ. ഫോൾസ് ആണെങ്കിൽ ആ എൽസ് ബ്ലോക്ക് വർക്ക് ആവണം എന്നാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ആ എൽസ് ബ്ലോക്കിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ഓഡ് നമ്പർ എന്നുള്ള ഔട്ട്പുട്ട് എനിക്ക് പ്രിന്റ് ആവും. ഇവിടെ നമ്മൾ ശരിക്കും ബേസിക്കലി ചെയ്തിരിക്കുന്നത് ഈവൻ ഓർ ഓഡ് എന്ന് പറയുന്ന ഒരു ലോജിക്കൽ പ്രോഗ്രാമാണ്. ഓക്കെ, നമ്പറിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 ആണെങ്കിൽ ഓഡ് നമ്പർ എന്ന് പ്രിന്റ് ആയി. ഇപ്പം ഞാൻ 4 ആയിരുന്നു നമ്പർ കൊടുത്തിരുന്നെങ്കിൽ 4 മോഡ് 2 ഈക്വൽ ടു 0 ആണ്. എൻ്റെ കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഈവൻ നമ്പർ എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ എന്താണ് വർക്ക് ആവുന്ന? ഇഫ് ബ്ലോക്ക് ആണ് വർക്ക് ആവുന്നത്. ഇഫ് വർക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ എൽസ് വർക്ക് ആവുമോ? ഇല്ല. ഇഫിൽ കണ്ടീഷൻ ട്രൂ ആയി, ഇനി എൽസ് വർക്ക് ആവേണ്ട ആവശ്യമില്ല. നേരെ എന്ത് ചെയ്യും? ഇഫ് എൽസ് എന്ന് പറയുന്നതിന് പുറത്ത് വരും. ഓക്കെ അല്ലേ? കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ മാത്രമേ ആര് വർക്ക് ആവുള്ളൂ? എൽസ് വർക്ക് ആവുള്ളൂ. ട്രൂ ആണെങ്കിൽ ഇഫ്, ഫോൾസ് ആണെങ്കിൽ എൽസ് എന്നുള്ള രീതിയിൽ ഓർക്കുക. ഇനി ഇത്രയേ ഉള്ളൂ ഇഫ് എൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അടുത്ത വരുന്നതാണ് ഇഫ് എൽസ് ഇഫ് ലാഡർ. ഓക്കെ, ഇഫ് എൽസ് ഇഫ് ലാഡർ എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ലാഡർ കണ്ടിട്ടില്ലേ ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ട്, അതുപോലെ തന്നെ ഇഫ് എൽസ് ഇഫ് ലാഡർ യൂസ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് സീക്വൻഷ്യൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പം ഇഫിലാണെങ്കിൽ എന്താ? നമുക്കൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യാം, ട്രൂ ആണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. ഇഫ് എൽസിലാണെങ്കിലോ കണ്ടീഷൻ ട്രൂ ആണെങ്കിലും കിട്ടും, ഫോൾസ് ആണെങ്കിലും ഒരു എൽസ് ബ്ലോക്കും ഉണ്ട്. എനിക്ക് ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് ചെക്ക് ചെയ്യണമെങ്കിലോ അപ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റില്ല? ഒരു നോർമൽ ഇഫ് എൽസ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആരെ കൊണ്ടുവന്നത്? ഇഫ് എൽസ് ഇഫ് ലാഡറിനെ കൊണ്ടുവന്നത്. ഓക്കെ, ഇഫ് ഒരു കണ്ടീഷൻ നമ്മൾ പാസ് ചെയ്യും, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇഫ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുക. ഇനി വേറെ എന്തെങ്കിലും ഒരു കണ്ടീഷനും കൂടി എനിക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ എൽസ് ഇഫ് എന്ന് പറയുന്ന ബ്ലോക്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ കൊടുക്കുക. അത് ട്രൂ ആണെങ്കിൽ അത് വർക്കാവും.
ഇനി വേറൊരു കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ അടുത്ത എൽസ് ഇഫ് കൊടുക്കാം. ഇനി ഇതൊന്നുമല്ല, ഒന്നും ട്രൂ ആയില്ലെങ്കിൽ ഫൈനലി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി എനിക്കൊരു ഡീഫോൾട്ട് ബ്ലോക്ക് പോലെ ഒരു എൽസ് ബ്ലോക്കും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിലെന്താ ഞാൻ ചെയ്തേക്കണേ, ഞാനൊരു സ്കോർ പാസ് ചെയ്തിട്ടുണ്ട്. 90 മാർക്കിൽ കൂടുതലാണെങ്കിൽ എനിക്ക് എ ഗ്രേഡ് ആണെന്നും 80 മാർക്കോ അതിൽ കൂടുതലോ ആണെങ്കിൽ ബി ഗ്രേഡ് ആണെന്നും 70ൽ കൂടുതലോ ആണെങ്കിൽ എന്താ സി ഗ്രേഡ് ആണെന്നുള്ള രീതിയിലും എനിക്ക് പ്രിന്റ് ആവണം. ഇനി ഇതൊന്നുമല്ല, അതായത് 70ൽ താഴെയാണെന്നുണ്ടെങ്കിൽ ഡി ഗ്രേഡ്. ഓക്കെ, അപ്പം ഞാൻ എന്താ ചെയ്തേക്കുന്നത്, സ്കോർ എന്ന് പറയുന്നൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 85 എന്ന് പറയുന്നൊരു വാല്യൂ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അസൈൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇഫ് സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90, എൻ്റെ സ്കോർ അതായത് 85 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. ആണോ, 90യേക്കാൾ വലുതല്ലല്ലോ. അപ്പം നമുക്ക് എന്ത് ചെയ്യും, ഇഫ് ബ്ലോക്ക് നമ്മൾ സ്കിപ്പ് ചെയ്ത് അടുത്ത എൽസിഫിലേക്ക് കയറും. അവിടെ നമ്മൾ എന്ത് ചെക്ക് ചെയ്യുന്നുണ്ട്, സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. 85 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 അല്ലേ. അപ്പോൾ എന്ത് വരും, നമുക്ക് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ ഗ്രേഡ് ബി എന്നുള്ള ഗ്രേഡ് ബി എന്ന് പറയുന്നത് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും. ഇനി ഇൻ കേസ് ഞാൻ കൊടുത്തിരുന്നത് 95 ആയിരുന്നെങ്കിൽ ഏത് വർക്കായേനെ, ഫസ്റ്റത്തെ ഇഫ് വർക്കായേനെ. കാരണം 95 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 ആണ്. അപ്പം ഗ്രേഡ് എ വന്നേനെ. ഇനി ഞാൻ കൊടുത്തിരുന്നത് ഒരു 75 ആയിരുന്നെങ്കിലോ, 75 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 70 ആണ് എങ്കിൽ എനിക്ക് സി ഗ്രേഡ് വന്നേനെ. ഞാൻ 70 കൊടുത്തിരുന്നെങ്കിൽ ഏത് തന്നെ വന്നേനെ, സി തന്നെ വന്നേനെ. കാരണം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് നമ്മളെ കണ്ടീഷൻ, 70ഓ 70ൽ കൂടുതലോ. അപ്പോൾ 70 വന്നാലും എന്ത് വന്നേനെ, ഗ്രേഡ് സി എന്ന് പറഞ്ഞേനെ. ഇനി ഞാൻ 69 ആയിരുന്നു കൊടുത്തിരുന്നെങ്കിലോ, ജസ്റ്റ് എന്താ ഈ പറയുന്ന ഒരു കണ്ടീഷനും ട്രൂ ആവുന്നില്ല. 90നേക്കാൾ കൂടുതലല്ല, 80നേക്കാൾ കൂടുതലല്ല, 70നേക്കാളും കൂടുതലല്ല, ഇതിനൊക്കെ താഴെയാണ്. അപ്പം അവസാനമുള്ള ഒരു കണ്ടീഷനും ഇല്ലാത്ത എസ് പാർട്ട് വർക്കായിട്ട് ഡി ഗ്രേഡ് വന്നത്. അതായത് 70ൽ താഴെയുള്ള എല്ലാം ഏതിൽ പോവും, ഈ എൽസിലേക്ക് പോകും. എന്നിട്ട് നമുക്ക് എന്ത് പ്രിന്റ് ആയനെ, ഡി ഗ്രേഡ് പ്രിന്റ് ആയനെ. അപ്പോൾ നമ്മളെ 4, അതായത് 3 ഇഫ്, ഇഫ് എൽസ്, ഇഫ് എൽസ് ഇഫ്, ഇത്രയും നമുക്ക് മനസ്സിലായില്ലേ. ഇനി വരുന്ന ആളാണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സ്വിച്ച് പറയുന്നതിനോടൊപ്പം അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ് ടെർണറി. അപ്പോൾ ആദ്യം നമുക്ക് സ്വിച്ച് പറയാം, അത് കഴിഞ്ഞ് ടെർണറി പറയാം. അപ്പോൾ സ്വിച്ച് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോസ് മൾട്ടി വേ ഡിസിഷൻ മേക്കിംഗ് ബേസ്ഡ് ഓൺ ആൻ എക്സ്പ്രഷൻസ് വാല്യൂ. സ്വിച്ചിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്വിച്ചിനുള്ളിൽ ഞാനൊരു വാല്യൂ പാസ് ചെയ്യും. ഈ വാല്യൂമായിട്ട് മാച്ച് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കേസ് എനിക്കുണ്ടെങ്കിൽ ആ കേസ് എക്സിക്യൂട്ട് ചെയ്യുകയും ബാക്കിയുള്ള കേസുകളെല്ലാം എന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ അടുത്ത പറയാൻ പോകുന്നത്. ഓക്കെ അല്ലേ. സ്വിച്ചിൽ എന്താ പറയുന്നത്, സ്വിച്ച് ഒരു എക്സ്പ്രഷൻ ഞാൻ പാസ് ചെയ്യും, അഥവാ ഒരു വാല്യൂ ഞാൻ പാസ് ചെയ്യും. കേസ് വാല്യൂ 1 എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ് വാല്യൂമായിട്ട് ഈ എക്സ്പ്രഷൻ മാച്ച് ആണെങ്കിൽ ഈ ഫസ്റ്റത്തെ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഇനി അതല്ല, രണ്ടാമത്തെ വാല്യൂ ആയിട്ടാണ് എക്സ്പ്രഷൻ മാച്ചെങ്കിൽ സെക്കൻഡ് ബ്ലോക്ക്, തേർഡ് ആണെങ്കിൽ എത്ര കേസ് വേണമെങ്കിലും നമുക്ക് അതുപോലെ കൊടുക്കാം. ഇനി ഇതൊന്നും മാച്ച് അല്ല എന്നുണ്ടെങ്കിൽ വർക്ക് ആവാൻ വേണ്ടിയാണ് എന്ത്, ഡീഫോൾട്ട്. മെയിനായിട്ട് ഈ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വലിയ എന്താ പറയുന്ന പ്രോജക്ട്സുകളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മെനു ഡ്രിവൺ പ്രോഗ്രാംസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ ഔട്ട്പുട്ടിൽ ഒരു മെനു സ്ക്രീൻ കണ്ടിട്ട് ഇപ്പം കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, ആഡ് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. എക്സാമ്പിൾ പറഞ്ഞാൽ കാൽക്കുലേറ്റർ ഫസ്റ്റത്തെ ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്ക് എനിക്ക് അഡീഷൻ പെർഫോം ചെയ്യണം, രണ്ടാമത്തെ ഓപ്ഷൻ കൊടുക്കുമ്പോൾ എന്താ മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യണം, ഒരെണ്ണത്തിൽ സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യണം. അങ്ങനെ ഡിഫറെൻറ്റ് കേസുകൾ മെനു പോലെ വരാൻ വേണ്ടി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഈ സ്വിച്ചാണ്. ഓക്കെ, കാൽക്കുലേറ്റർ പ്രോഗ്രാമത്തിലൊക്കെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഇത് പറയുന്ന ഒന്നുമില്ല, അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മെനുവിലില്ലാത്ത ഒരു ഇൻവാലിഡ് ആയിട്ടുള്ള ചോയ്സ്, എനിക്കിപ്പോൾ ഒരു 5 മെനു ബാർസേ ഉള്ളൂ, ഞാൻ 6th ഒരെണ്ണം കൂടെ ആഡ് ചെയ്യാൻ ട്രൈ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു ചോയ്സ് ഞാൻ എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഡീഫോൾട്ടിൽ എന്താ ഇൻവാലിഡ് എന്ന് കാണിക്കണം. അപ്പോൾ ഇങ്ങനത്തെ കേസുകളിലൊക്കെയാണ് നമ്മൾ സ്വിച്ച് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ എക്സാമ്പിൾ ചെയ്തിരിക്കുന്നത്, ഇൻറ്റ് ഡേ ഈക്വൽ ടു 3 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതായത് ഞാൻ ഡേ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഡേ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് 3 എന്ന് പറയുന്ന ഒരു ഡേറ്റ സ്റ്റോർ ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഈ 3 ഇപ്പോൾ എവിടെ ഉണ്ട്, ഡേയിലുണ്ട്. ഞാൻ ഇനി എവിടെ ഡേ എന്ന് കോൾ ചെയ്താലും അതിൻ്റെ അർത്ഥം എന്താ, 3 എന്നായിരിക്കും. അപ്പോൾ സ്വിച്ച് ഡേ എന്ന് ഞാൻ പാസ് ചെയ്തിട്ടുണ്ട്. ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും, 3 ആയിരിക്കും. എനിക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് സ്വിച്ച് 3 എന്ന് പാസ് ചെയ്യാം. ഞാൻ അങ്ങനെ പാസ് ചെയ്യുന്നതിന് പകരം ഒരു വേരിയബിൾ ആയിട്ട് കൊടുത്തു. നമുക്ക് വേണമെങ്കിൽ ഇതിനെ സ്കാനർ അപ്ലൈ ചെയ്ത് യൂസറിൻ്റെ സൈഡിൽ നിന്ന് ഇൻപുട്ട് നമുക്ക് വാങ്ങാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ സ്കാനർ ടോപ്പിക് പഠിക്കും. അതായത് യൂസർ സൈഡിൽ നിന്ന് ഇൻപുട്ട് സ്വീകരിക്കാനുള്ളൊരു മെത്തേഡ് നമുക്കുണ്ട്. ഇതിപ്പോൾ നമ്മളായിട്ട് എന്ത് ചെയ്യുക, ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു, ഡേറ്റ കൊണ്ടിടുന്നു, ആ ഡേറ്റ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഏറ്റവും സിമ്പിൾ മെത്തേഡ്. അപ്പോൾ ഞാൻ ഡേ എന്ന് പറഞ്ഞൊരു വേരിയബിൾ 3 എന്ന് പറഞ്ഞ ഡേറ്റ കൊണ്ടിട്ടിട്ടുണ്ട്. എന്നിട്ട് എന്താ വിളിച്ചേക്കണേ, സ്വിച്ച് ഡേ എന്ന് വിളിച്ചിട്ടുണ്ട്. അതായത് ഡേ എന്ന് പറയുന്നിടത്ത് ഇപ്പോൾ എന്താ ഉള്ളത്, 3 എന്ന് പറയുന്ന ഒരു ഡേറ്റയാണുള്ളത്. അപ്പം എൻ്റെ കേസ് 1 ഇത് മാച്ച് ആവുമോ, ശരിക്കും സ്വിച്ച് 3 എന്നാണ് മീനിങ്. അപ്പോൾ എനിക്ക് ഏത് കേസ് വർക്കാവൂ, 3 എന്ന് പറയുന്ന
വാല്യൂ ഉള്ള കേസേ വർക്ക് ആവുള്ളൂ. ഈ 1 2 3 എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നതാണ് ഈ പറയുന്ന വാല്യൂ. 1 2 3 ഇതാണ് നമ്മുടെ വാല്യൂ. ഈ ഡേ ആണ് നമ്മളെ എക്സ്പ്രഷൻ അഥവാ ഓപ്ഷൻ. അപ്പൊ ഇവിടെ എന്തുണ്ട്? 3 ഉണ്ട്. അപ്പൊ എനിക്ക് ഏത് കേസേ വർക്ക് ആവുള്ളൂ? 3 എന്ന് പറയുന്ന കേസ് വർക്ക് ആവും. എന്നിട്ട് എന്ത് പ്രിന്റ് ആവണം? വെനസ്ഡേ എന്ന് പ്രിന്റ് ആവും. ഇനി നമ്മൾ ബ്രേക്ക് എന്ന് പറഞ്ഞൊരു സാധനം കണ്ടോ? എന്തിനാ സാധാരണ നമ്മൾ ബ്രേക്ക് ഇടുന്നത്? നമ്മളൊരു വണ്ടിയിൽ ബ്രേക്ക് പിടിക്കുന്നത് എന്തിനാ? നിൽക്കാൻ വേണ്ടിയാ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ബ്രേക്ക് ഇടുന്നതും ആ ലൂപ്പ് സ്റ്റോപ്പ് ആവാൻ വേണ്ടിയാ. അതായത് നിങ്ങൾ ബ്രേക്ക് ഇല്ലാതെ ഇതേ സെയിം പ്രോഗ്രാം ചെയ്തു നോക്കി കഴിഞ്ഞാൽ ഏത് കേസാണോ ട്രൂ അതിന്റെ ബിലോ കേസസുകളും എക്സിക്യൂട്ട് ആവും. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡേ 1 ആയിരുന്നു കൊടുത്തത്. അപ്പൊ എന്റെ ഔട്ട്പുട്ട് ഏത് വരും? കേസ് 1 മൺഡേ എന്ന് വരും. ബ്രേക്ക് കൊടുത്തില്ലെങ്കിൽ എന്റെ ഔട്ട്പുട്ടിൽ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, ഇൻവാലിഡ് ഡേ ഇത് 4 വരും. അതായത് ഏത് കേസ് ആയിരുന്നോ ട്രൂ അതിന്റെ ബിലോ കേസസ് എക്സിക്യൂട്ട് ആവും. ഇപ്പൊ ഇതിലാണെങ്കിൽ ഞാൻ എന്താ ബ്രേക്ക് ഇട്ടില്ലെങ്കിൽ വെനസ്ഡേ, ഇൻവാലിഡ് ഡേ 2 ഓപ്ഷനും വരും. അപ്പം ബിലോ കേസുകളുടെ അൺവാണ്ടഡ് ആയിട്ടുള്ള എക്സിക്യൂഷൻസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഈ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. ഇത് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് സ്വിച്ചിലും ഫോറിലും ഒക്കെയാണ്, ലൂപ്പിലും ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്താന്ന് മനസ്സിലായില്ലേ? ഇനി ഈ പറയുന്ന കേസുകളൊന്നും മാച്ച് ആവുന്നില്ല. ഞാനിവിടെ പാസ് ചെയ്യുന്ന ഡേ 4 ആണെന്ന് വെച്ചോ. എനിക്ക് എന്താ കേസ് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഇല്ല. അപ്പൊ 4 ഇല്ലെങ്കിൽ എന്ത് പറ്റും? കേസ് 4 എന്ന് പറയുന്നത് എന്തുണ്ട്? നമ്മളെ ഇതിൽ പറഞ്ഞിട്ടില്ലാത്ത കേസാണ്. അപ്പം ഡീഫോൾട്ട് ആയിട്ടുള്ള ഇൻവാലിഡ് ഡേ എന്ന് പറയുന്നത് വർക്ക് ആവും. ഓക്കെ, അപ്പോൾ സ്വിച്ചിന്റെ യൂസേജ് ഇത്രയാണ്. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് വരുന്നൊരു സാധനമാണ് ഇഫ്, നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത്. അതായത് ഒരു ഇഫിനുള്ളിൽ വേറെ ഇഫുകൾ എഴുതുക, അതാണ് നെസ്റ്റഡ് ഇഫ്. ഇപ്പൊ ഇവിടെ എന്താ ചെയ്തേക്കുന്നത്? ഏജ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഞാൻ 25 കൊടുത്തിട്ടുണ്ട്. ബൂളിയൻ ഹാസ് ലൈസൻസ് എന്ന് പറയുന്ന വേറൊരു വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത് ട്രൂ എന്ന് പറഞ്ഞ് അസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിന് നമ്മൾ ബൂളിയൻ വാല്യൂ എന്ന് പറയും. ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണെങ്കിൽ ഞാൻ വീണ്ടും ഒരു എന്ത് കൊടുത്തു? ഒരു കണ്ടീഷനോട് ചെക്ക് ചെയ്തു. ഇഫ് ഹാസ് ലൈസൻസ്, ലൈസൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഹാസ് ലൈസൻസ് എപ്പോഴും എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. അതായത് ഹാസ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഇഫ് ട്രൂ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലൈസൻസ് എടുക്കണം. ഇനി 18 വയസ്സിൽ താഴെയാണെന്നുണ്ടെങ്കിൽ എന്താ? യു ആർ ടു യങ് ടു ഡ്രൈവ് എന്ന് പ്രിന്റ് ചെയ്യണം. അതായത് 18 ശരിക്കും നമ്മൾ നോർമലി ചെയ്താൽ എന്താ? 18 വയസ്സിന് മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങാണ് ഇത്ര സാധനമേ പറ്റുള്ളൂ. എനിക്ക് ഇതിനുള്ളിൽ 18 വയസ്സിന് മുകളിലാണെങ്കിലും നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ? അതായത് ഒരു കണ്ടീഷനുള്ളിൽ എനിക്ക് വേറൊരു സാധനം കൂടി സ്പെസിഫൈ ചെയ്യണം. അങ്ങനെ നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്യാം, ഇല്ലെങ്കിൽ പറ്റില്ല. അപ്പോൾ ഒരു ഇഫിനുള്ളിൽ ഞാൻ വീണ്ടും മറ്റൊരു ഇഫ് എൽസ് ബ്ലോക്കും കൂടി ഇടുകയാണ്. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ഇഫിനുള്ളിൽ കൂടുതൽ ആ ഇഫിനെ നിങ്ങൾക്ക് എന്താ കൂടുതൽ സ്പെസിഫിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ആരെ യൂസ് ചെയ്യാം? നെസ്റ്റഡ് ഇഫിനെ യൂസ് ചെയ്യാം. ഇത്ര ഓക്കെ അല്ലേ? ഇത്രയും സാധനങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് വരുന്നതാണ് ടെർണറി ഓപ്പറേറ്റർ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടീഷണൽ ഓപ്പറേറ്റർ ആണ്. നമ്മളെ ഇഫ് എൽസിനെയൊക്കെ നമുക്കൊന്ന് ഷോർട്ട് ഹാൻഡ് ചെയ്യാൻ, അതായത് ഒറ്റ ട്രിപ്പിൽ ഒന്ന് ചെറുതാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ടെർണറി ഓപ്പറേറ്റർ. നമ്മളെ ജാവയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റർ ആണ് ഈ ടെർണറി ഓപ്പറേറ്റർ അഥവാ കണ്ടീഷണൽ അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ടെർണറി ഓപ്പറേറ്ററിൽ വരുന്നത്. ടെർണറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇഫ് എൽസിന്റെ ഒരു ഷോർട്ട് ഹാൻഡ് ആണ്. അതായത് ഇഫ് എൽസിൽ ഇഫ് എൽസ് എന്നുള്ള സാധനം നമ്മൾ ചെയ്യുന്നതിന് കുറച്ച് സിംപ്ലിഫൈ ചെയ്യാനാണ് ആരെ യൂസ് ചെയ്യുന്നത്? ടെർണറി ഓപ്പറേറ്റർ. ഇറ്റ് അലോസ് യു ടു റൈറ്റ് എ സിമ്പിൾ കണ്ടീഷൻ ഇൻ സിംഗിൾ ലൈൻ. നമ്മൾ ഇഫ് എൽസ് എന്ന് പറയുന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യുന്നതിന് പകരം ഒരൊറ്റ ലൈനിൽ എഴുതാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ടെർണറി ഓപ്പറേറ്റർ. ടെർണറി എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താ? ഒരു ടെർണറി ഓപ്പറേറ്റർ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എത്ര കണ്ടോ? ഇതിലിപ്പോൾ എത്ര ഡേറ്റ ഉണ്ട്? 1 2 3 3 വാല്യൂസ് നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ടെർണറി ഓപ്പറേറ്റർ. അതായത് 3 ഓപ്പറാൻഡ്സും 2 ഓപ്പറേറ്ററും വരും. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്? ഞാൻ ടെർണറി, ഇതാണ് നമ്മളെ ഇതിന്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. ഒരു കണ്ടീഷൻ കാണും, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കാണും, ഒരു വാല്യൂ കോളൻ അടുത്ത വാല്യൂ. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഫസ്റ്റ് വാല്യൂ, കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ കോളന് ശേഷമുള്ള രണ്ടാമത്തെ വാല്യൂ എക്സിക്യൂട്ട് ആവും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കണ്ടീഷൻ ക്വസ്റ്റ്യൻ മാർക്ക് വാല്യൂ ഇഫ് ട്രൂ, വാല്യൂ ഇഫ് ഫോൾസ്. ഓക്കെ, ഇവിടെ എന്താ ചെയ്തേക്കണേ? ടെർണറി എക്സാമ്പിൾ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു? മെയിൻ മെത്തേഡ് വിളിച്ചു. അത് കഴിഞ്ഞ് ഞാൻ നം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് എന്ത് സെറ്റ് ചെയ്തു? 10 എന്ന് പറയുന്ന ഡേറ്റ കൊണ്ട് സ്റ്റോർ ചെയ്തു. എന്നിട്ട് ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ സൈഡ് ഇവിടെ കിടക്കട്ടെ. ഈ സ്ട്രിംഗ് റിസൾട്ട് എന്ന് പറയുന്ന സൈഡ് നമുക്ക് പിന്നെ പറയാം. എപ്പോഴും അസൈനേഷൻ നടക്കുന്നത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ്. അപ്പൊ റൈറ്റ് പാർട്ട് പറഞ്ഞിട്ട് വേണം ലെഫ്റ്റിൽ നമ്മൾ കൊണ്ടുപോയി അതിനെ സ്റ്റോർ ചെയ്യുക. അതായത് ഇതിന്റെ വർക്കിംഗ് റൈറ്റിലും സ്റ്റോറിങ് ലെഫ്റ്റിലുമാണ്. ഓക്കെ, ഡിക്ലറേഷനും ഇനിഷ്യലൈസേഷനും.
ഇതെന്താ ചെയ്തേക്കുന്നത് ഞാൻ നമ്മൾ ഈവൻ ഓർ ഓഡ് ചെയ്തില്ലേ, ഇഫ് എന്താ നമ്പർ മോഡ് 2 ഈക്വൽ ടു 0 ആണെങ്കിൽ ഈ ഈവൻ എൽസ് ഓഡ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ, സെയിം സാധനം തന്നെയാണ്. എന്ത് ചെയ്തു, നമ്മൾ നമ്പർ മോഡ് 2 ഈക്വൽ ടു 0 എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മൾ ദേ ഇവിടെ പറഞ്ഞു. ഇഫിൽ പറഞ്ഞ കണ്ടീഷൻ നമ്മൾ ഇവിടെ പറഞ്ഞു. ക്വസ്റ്റ്യൻ മാർക്ക് നമ്മൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഈവൻ കോളൻ ഓഡ്, അതായത് ഇഫിലെ ബ്ലോക്ക് എൽസിലെ ബ്ലോക്ക്. അപ്പോൾ എന്ത് പറ്റും, ഈ കണ്ടീഷൻ കറക്റ്റ് ആണോ എന്ന് ഈ ക്വസ്റ്റ്യൻ മാർക്ക് ചെക്ക് ചെയ്യും. ആണെന്നുണ്ടെങ്കിൽ ഈവൻ, അല്ലെന്നുണ്ടെങ്കിൽ ഓഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ഔട്ട്പുട്ട് എന്താ, ഒന്നുകിൽ ഈവൻ അല്ലെങ്കിൽ ഓഡ്, സ്ട്രിങ്ങിലാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് സ്ട്രിങ്ങിലായതുകൊണ്ട് ഞാൻ ഇതിനെ റിസൾട്ട് എന്ന് പേരുള്ള ഒരു സ്ട്രിങ് വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ഓക്കെ, ഔട്ട്പുട്ട് എന്താണോ അതനുസരിച്ച് വേണം ലെഫ്റ്റ് സൈഡിൽ വേരിയബിളിനെ അസൈൻ ചെയ്യാൻ. ഇപ്പം ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്നത് ഈ ഈവൻ ഓഡിന് പകരം വേറെ എന്തെങ്കിലും ഒരു നമ്പർ ആയിരുന്നു എങ്കിൽ എനിക്ക് ഒരിക്കലും എന്താ സ്ട്രിങ് എന്ന് പറഞ്ഞൊരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. പകരം ഇൻഡിൽ വരുന്നൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താണോ നിങ്ങൾ എന്താ ഔട്ട്പുട്ടായിട്ട് കിട്ടാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇപ്പുറത്തെ സൈഡിൽ വേരിയബിളിനെ അസൈൻ ചെയ്യാൻ. എനിക്കിപ്പോൾ ഇവിടെ ഈവൻ ഓഡ് എന്ന് പറയുന്ന സ്ട്രിങ് ടൈപ്പ് ഡേറ്റയാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ റിസൾട്ട് എന്ന് പറഞ്ഞ പേരുള്ള ഒരു സ്ട്രിങ് ടൈപ്പ് വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. റിസൾട്ട് എന്ന് തന്നെ പേര് കൊടുക്കണമെന്നില്ല, എ എന്നോ ബി എന്നോ സി എന്നോ എന്ത് വേണോ കൊടുക്കാം. അപ്പോൾ ഈ വേരിയബിൾ എന്ത് ടൈപ്പാണ്, സ്ട്രിങ് ടൈപ്പാണ്. കാരണം കിട്ടുന്ന ഔട്ട്പുട്ട് സ്ട്രിങ് ടൈപ്പാണ്. അപ്പോൾ നമ്മൾ സ്ട്രിങ് എന്ന് പറഞ്ഞ വേരിയബിളിൽ എന്ത് ചെയ്തു, സ്റ്റോർ ചെയ്തു. ഇനി ഞാൻ എവിടെ പോയി system.out.println റിസൾട്ട് എന്ന് വിളിച്ചാലും ഈവൻ അല്ലെങ്കിൽ ഓഡ് എന്ന് പ്രിന്റ് ആവണം. ഇനി ഈ കിട്ടുന്ന പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് വൃത്തിക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ നമ്പർ ഈസ് പ്ലസ് റിസൾട്ട് എന്ന് വിളിച്ചത്. ഇതിനെയാണ് നമ്മൾ സ്ട്രിങ് കൺകാറ്റിനേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു സ്ട്രിങ്ങിനെയും ഒരു വേരിയബിളിനെയും കൂടി ഞാൻ എന്ത് ചെയ്തേക്കുക, മെർജ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ഒരു സ്ട്രിങ്, ഒരെണ്ണം സ്ട്രിങ് വേരിയബിളും മറ്റൊരെണ്ണം ഇൻഡോ സ്ട്രിങ്ങോ എന്തോ ആവട്ടെ, അങ്ങനെ നമ്മൾ രണ്ടിനെയും കൂടി ചേർത്ത് എഴുതുന്നതിനെയാണ് കൺകാറ്റിനേഷൻ എന്ന് പറയുന്നത്. ഈ പ്ലസ് ആണ് കൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ. പ്ലസിനെ നമുക്ക് അരിത്തമാറ്റിക് ഓപ്പറേറ്റർ ആയിട്ടും യൂസ് ചെയ്യാം, കൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ പ്ലസ് വർക്കാവുന്ന എന്തായിട്ടാണ്, കൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ ആയിട്ടാണ്. അപ്പോൾ ഔട്ട്പുട്ട് എങ്ങനെ പ്രിന്റ് ആവും, നമ്പർ ഈസ്, ഇവിടെ റിസൾട്ടിൽ കൊണ്ട് സ്റ്റോർ ആവുന്നത് ഈവൻ എന്നാണെങ്കിൽ ഈവൻ എന്ന് പ്രിന്റ് ആവും, ഓഡ് എന്നാണെങ്കിൽ ഓഡ് എന്ന് പ്രിന്റ് ആവും. ഇപ്പോൾ ഈ കേസിൽ എന്താ 10 എന്ത് നമ്പറാണ്, ഈവൻ നമ്പറാണ്. കാരണം നമ്പർ മോഡ് 2 ചെയ്യുമ്പോഴത്തേക്കും ഈക്വൽ ടു 0 കിട്ടുന്നുണ്ട്, കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് ഫസ്റ്റ് വരുന്ന ഈവൻ എന്താ, ഈവൻ എന്ന് പറയുന്നതായിരിക്കും ആൻസർ. ഈ ഈവൻ റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ആയിരിക്കും. അപ്പോൾ ഔട്ട്പുട്ട് എങ്ങനെ വരും, നമ്പർ ഈസ് ഈവൻ എന്ന് വരും. ഇനി ഞാൻ കൊടുത്തത് 11 ആയിരുന്നെങ്കിൽ എന്ത് വന്നേനെ, നമ്പർ ഈസ് ഓഡ് എന്ന് വന്നേനെ. ഇതാണ് ടെർണറി ഓപ്പറേറ്റർ. അതായത് ഇഫ് എൽസ് എന്ന് എഴുതുന്നതിനെ നമ്മളൊന്ന് ഷോർട്ട് ഹാൻഡ് ആയിട്ട് ഒരു സിംഗിൾ ലൈനിൽ നൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത് ഇത്രയാണ് ഡിസിഷൻ സ്റ്റേറ്റ്മെന്റിൽ വരുന്ന എന്താ, കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിൽ വരുന്ന, അതായത് നമ്മൾ കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ വരുന്ന ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഓർ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ്. ഇനി നമുക്ക് രണ്ടാമത് വരുന്ന ആരാണ്, ഇത് ഇത്രയും എന്താ നമ്മൾ ഒരു സെറ്റാണ്, അതായത് കണ്ടീഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു, കണ്ടീഷൻ്റെ ബേസിസിൽ ആൻസർ കിട്ടുന്നു. ഇനി അടുത്തതാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഓർ ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സ്. ലൂപ്പിംഗ് അഥവാ ഐട്രേഷൻ എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്താ, റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യുക എന്നാണ്. അതായത് എനിക്കിപ്പോൾ ഒരു സെറ്റ് ഓഫ് കോഡ് വീണ്ടും വീണ്ടും എനിക്ക് എഴുതണ്ട, റിപ്പീറ്റ് ആയിട്ട് വീണ്ടും വീണ്ടും എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എവിടെ ഇടുക, ലൂപ്പിനകത്ത് പിടിച്ചിടുക. ഓക്കെ, അതായത് എനിക്കിപ്പം ഹായ് എന്ന് പ്രിന്റ് ചെയ്യണം, നമ്മൾ എന്തെന്ന് വിളിക്കും, system.out.print അല്ലെങ്കിൽ system.out.println ഹായ് എന്ന് വിളിക്കും. അപ്പോൾ എന്ത് കിട്ടും, ഹായ് ഒരു തവണ പ്രിന്റ് ആവും. എനിക്കിനിയിപ്പം ഹായ് ഒരു 10 തവണ പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 10 തവണ എഴുതും. 1000 തവണയാണെങ്കിലോ 1000 തവണ എഴുതണം. 10000 ആണെങ്കിലോ 10000 തവണ എഴുതണം. ഈ 10000 തവണ ഇരുന്ന് എഴുതാൻ ഏതെങ്കിലും ഒരു ഡെവലപ്പറോ അല്ലെങ്കിൽ കോഡിങ് ചെയ്യുന്ന ഒരാൾക്കോ പറ്റുമോ, അയാളുടെ ടൈം വേസ്റ്റേജ് ആണ്. പകരം നമുക്കിതിനെ എന്തിലിടാം, ലൂപ്പിലിടാം. ലൂപ്പിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് കണ്ടീഷൻ പറഞ്ഞു കൊടുത്താൽ അത് 1000 10000 25,000 നമുക്ക് വേണമെന്നനുസരിച്ച് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഐട്രേറ്റ് ചെയ്യാൻ. ഓക്കെ, ഐട്രേറ്റ് മീൻസ് റിപ്പീറ്റഡ്ലി വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആരെ ഉപയോഗിക്കുന്നത്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സിനെ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് ഓരോ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് പറയാം. അപ്പം നമുക്ക് ആദ്യം വരുന്നതാണ് ഫോർ ലൂപ്പ്, പിന്നെ വൈൽ, ഡു വൈൽ, ഫോർ ഈച്ച്. അപ്പം നമ്മൾ ഇതിൻ്റെ ഓർഡർ ഒന്ന് മാറ്റി പഠിക്കാൻ പോവാം. നമ്മൾ ആദ്യം ഒന്ന് വൈൽ പഠിക്കാൻ പോവാം. കാരണം എന്താണെന്ന് വെച്ചാൽ വൈലും ഡു വൈലും മനസ്സിലാക്കിയാൽ ഫോർ പഠിക്കാൻ എളുപ്പമാണ്. അപ്പം നമുക്ക് ആദ്യം എന്ത് പഠിക്കാം, വൈൽ പഠിക്കാം. വൈൽ എക്സിക്യൂട്ട്സ് ആസ് ലോങ് ആസ് എ കണ്ടീഷൻ ഈസ് ട്രൂ. വൈൽ ഭയങ്കര സിമ്പിളാണ്. നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുന്നു, ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യും. അതായത് നമ്മൾ ഇഫ് പോലെ കണ്ടീഷൻ കൊടുക്കുന്നു, ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു. പക്ഷേ ഇഫ് എങ്ങനെയാണ്, കണ്ടീഷൻ കൊടുക്കുന്നു, ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ വൈൽ എങ്ങനെ, കണ്ടീഷൻ കൊടുക്കുന്നു, കണ്ടീഷൻ എത്ര തവണ ട്രൂ ആവുന്നോ അത്രയും തവണ ഐട്രേറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നു. അതാണ് വ്യത്യാസം. അപ്പം
വൈൽ ലൂപ്പ് ഇങ്ങനെയാണ്. വൈൽ കണ്ടീഷൻ കോഡ്, നമ്മൾ ഇഫ് കണ്ടീഷൻ കോഡ് എന്ന് പറഞ്ഞതുപോലെ വൈൽ കണ്ടീഷൻ കോഡ് നമ്മൾ എപ്പോഴും പഠിക്കുമ്പം മുന്നേ പഠിച്ച കാര്യങ്ങളുമായിട്ട് എന്ത് ചെയ്യണം, ഒന്ന് വീണ്ടും വീണ്ടും റീകളക്ട് ചെയ്ത് പഠിക്കണം, അതായത് കണക്ട് ചെയ്ത് പഠിക്കണം. അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ വൈൽ കണ്ടീഷൻ കോഡ്, ഇഫ് കണ്ടീഷൻ കോഡ് എന്താ വ്യത്യാസം, അതും കണ്ടീഷൻ ഇതും കണ്ടീഷൻ എന്ന് നമ്മൾ ചിന്തിക്കില്ലേ. അപ്പം നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാവണമെങ്കിൽ അതിൽ നിന്ന് ഇതിന് വ്യത്യാസം ഇതായിരുന്നു, ഡിഫറൻസ് ഇങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കി പഠിക്കണം. അപ്പം ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേതിൽ നമ്മൾ എന്താ പറയുന്നത്, ഒരു കണ്ടീഷൻ കൊടുക്കുന്നു, ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു, കഴിഞ്ഞു, ഇല്ലെങ്കിൽ പുറത്തു വരുന്നു, സ്കിപ്പ് ചെയ്യുന്നു. ഇവിടെ എങ്ങനെയാ, കണ്ടീഷൻ എത്ര തവണ ട്രൂ ആവുന്നോ അത്രയും തവണ ഐട്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോൾ ഫോൾസ് ആവുന്നോ അപ്പോഴേ പുറത്തേക്ക് പോരൂ. അപ്പം റിപ്പീറ്റഡ്ലി ഐട്രേഷൻ എന്ന് പറയുന്നൊരു സാധനം ഇവിടെ ഉണ്ട്. ഇതെന്താ ചെയ്തിരിക്കണേ, വൈൽ ഒരു കണ്ടീഷൻ, ഉള്ളിലൊരു കോഡുണ്ട്. എക്സാമ്പിൾ എന്താ ചെയ്തേക്കണേ, വൈൽ ഞാനൊരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ കണ്ടിട്ടില്ലാത്ത രണ്ട് സാധനമാണ് ഇതും ഇതും. ഓക്കെ, ഇത് രണ്ടും നമ്മൾ എന്തിൽ പറഞ്ഞിട്ടില്ല, സിൻടാക്സിൽ പറഞ്ഞിട്ടില്ല. ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിന് 3 പാർട്ടാണുള്ളത്. ഒരു ഇനിഷ്യലൈസേഷൻ പാർട്ട്, ഒരു അപ്ഡേഷൻ പാർട്ട്, ഒരു ഐട്രേഷൻ പാർട്ട്, അഥവാ ഇൻക്രിമെന്റ് പാർട്ട്. ഓക്കെ, ഒരു ഇനിഷ്യലൈസേഷൻ പാർട്ട് കാണും, ഒരു കണ്ടീഷൻ പാർട്ട് കാണും, ഒരു അപ്ഡേഷൻ പാർട്ട് കാണും. ഓക്കെ, i = 1 എന്ന് പറയുന്നതാണ് ഇനിഷ്യലൈസേഷൻ, അതായത് എവിടെ നിന്ന് ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റിനെയാണ് നമ്മൾ ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് കണ്ടീഷൻ, എത്ര തവണ ലൂപ്പ് വർക്ക് ചെയ്യണം, എത്രത്തോളം നമുക്ക് ലൂപ്പ് ഐട്രേറ്റ് ചെയ്യണം എന്നുള്ള കണ്ടീഷനാണ് നമ്മൾ ഈ കണ്ടീഷൻ പാർട്ടിൽ പറയുന്നത്. ഇനി ഓരോ തവണയും ലൂപ്പിൽ സെയിം സാധനമാണ് വർക്ക് ആവേണ്ടത്. ലൂപ്പ് ഒന്ന് മുന്നോട്ട് പോയില്ലെങ്കിൽ എന്ത് പറ്റും, സെയിം സാധനം ഇങ്ങനെ വെറുതെ കിട്ടിക്കൊണ്ടിരിക്കും, അതായത് ഒരേ സ്ഥലത്ത് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. ഇൻഫിനിറ്റ് ലൂപ്പ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും എപ്പോഴെങ്കിലും ഈ കണ്ടീഷൻ ഒന്ന് ഫോൾസ് ആയില്ലേ നമുക്ക് ഈ ലൂപ്പിന് പുറത്ത് വരാൻ പറ്റുള്ളൂ. അത് ഫോൾസ് ആവണമെങ്കിൽ ഈ ഇനിഷ്യലൈസേഷൻ ഇൻക്രീസ് ചെയ്ത് അപ്ഡേഷൻ്റെ ഫൈനൽ പാർട്ടുമായിട്ട് മീറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും, കണ്ടീഷൻ ഫോൾസ് ആയിട്ട് പുറത്തു വരും. അങ്ങനെ മാറ്റം വരാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്ഡേഷൻ പാർട്ട് കൊടുക്കുന്നത്. ഇത് ഇൻക്രീസ് ചെയ്യണമെന്നില്ല, ചിലപ്പോൾ തിരിച്ച് നമുക്ക് ഡിക്രീസ് ചെയ്യേണ്ടി വരും. നമുക്ക് 2 ടൈപ്പ് ഉണ്ട്, ഇൻക്രിമെൻറ്റും ഉണ്ട്, ഡിക്രിമെൻ്റ് ഓപ്പറേറ്ററും ഉണ്ട്, പ്ലസും ഉണ്ട്, മൈനസും ഉണ്ട്. അതുപോലെ i++ എന്ന് പറയുന്നതിനുള്ള ++i ഉണ്ട്, -i ഉണ്ട്, i-ഉം ഉണ്ട്. ഓക്കെ, പ്രീ ഇൻക്രിമെൻറ്റും പ്രീ ഇൻക്രിമെൻറ്റും ഉണ്ട്, പ്രീ ഡിക്രിമെൻറ്റും ഉണ്ട്. അതുപോലെ പോസ്റ്റ് ഇൻക്രിമെൻറ്റും ഉണ്ട്, പോസ്റ്റ് ഡിക്രിമെൻറ്റും ഉണ്ട്. അത് നമ്മൾ ആവശ്യാനുസരണം യൂസ് ചെയ്യണം. ഇതിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്, ഇൻക്രിമെൻ്റ് ഓപ്പറേറ്ററാണ് ചെയ്തേക്കുന്നത്. ഈ സിമ്പിളായിട്ട് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ i = 1 എന്ന് പറഞ്ഞ് ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അതായത് എൻ്റെ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് 1-ലാണ്. എവിടം വരെ എൻ്റെ കണ്ടീഷന് പോകണം, i <= 5, ഐയുടെ വാല്യൂ 5-ഓ 5-ൽ കുറവോ ആവുന്നത് വരെ പോകണം. അതായത് i 1 2 3 4 5 വരെ എൻ്റെ കണ്ടീഷൻ വർക്കാവണം. 6 ആവുമ്പോൾ എന്താ, കണ്ടീഷൻ ഫോൾസ് ആയിട്ട് ലൂപ്പിന് പുറത്ത് വരണം. ഇനി ഓരോ തവണ നമ്മൾ എന്ത് ചെയ്യും, ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യും. ആദ്യത്തെ തവണ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ 1 ആയിരിക്കും, അടുത്ത തവണ i എന്താവും, 2 ആവും. അപ്പം നമ്മൾ ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ എന്തായിരിക്കും, 2 <= 5 ആയിരിക്കും. അടുത്ത തവണ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ 2-ൽ നിന്ന് മാറി 3-ലേക്ക് മാറും, 3 <= 5 ആവും. അങ്ങനെ നമ്മൾ 5 <= 5 വരെ പോകും. അടുത്ത 6 വരുമ്പോൾ ഫോൾസ് ആയി പുറത്ത് വരും. അങ്ങനെ ഓരോ തവണ ഐയുടെ വാല്യൂ ഇംപ്രൂവ് ചെയ്യാനാണ് എന്ത്, i++ എന്ന് പറയുന്നത്. ഇനി ഓരോ തവണ ഇത് വർക്ക് ചെയ്യുമ്പോഴേ എനിക്ക് എന്താ ഔട്ട്പുട്ട് കിട്ടേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കണ്ടേ. അതാണ് ഞാൻ ഇവിടെ കോഡിനുള്ളിൽ system.out.println hello +i എന്ന് കൊടുത്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, വേണമെങ്കിൽ എനിക്ക് ഹലോ മാത്രം കൊടുത്താൽ മതി. അപ്പം ഹലോ 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 എന്ന് 5 തവണ പ്രിന്റ് ആവും. ഓക്കെ, എന്തിനാ ഐയുടെ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഔട്ട്പുട്ട് അങ്ങനെ കിട്ടാനായിരുന്നു ഇഷ്ടം, അതുകൊണ്ട്. അപ്പോൾ ആദ്യത്തെ തവണ എന്തെന്ന് കിട്ടും, ഐയുടെ വാല്യൂ 1 ആണ്, 1 <= 5 ആണ്. അപ്പം എനിക്ക് എന്ത് കിട്ടും, hello 1 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ ഒരു സ്പേസ് ഉണ്ടായത് കൊണ്ടാണ് ഔട്ട്പുട്ടിൽ ഇവിടെ ഒരു സ്പേസ് കിട്ടുന്നത്. ഈ സ്പേസ് നിങ്ങൾ ഇട്ടില്ലെന്നുണ്ടെങ്കിൽ hello 1 എന്നിങ്ങനെ ഒന്നിച്ചിരിക്കും. ഓക്കെ, അടുത്ത ഞാൻ എന്ത് ചെയ്തു, ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തു. അപ്പം i എന്തായി, 2 ആയിട്ട് മാറി. അടുത്ത തവണ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 2 <= 5 ആണോ, ആണ്. അപ്പം എന്ത് കിട്ടും, hello 2 കിട്ടും. അടുത്ത തവണ i എന്ത് ചെയ്തു, വീണ്ടും ഇൻക്രിമെൻറ്റ് ചെയ്തു, 3 ആയി, hello 3 കിട്ടി, hello 4 കിട്ടി, ലാസ്റ്റ് എന്തായി, 5 ആയി. 5 <= 5 ആണോ, 5 എന്ന് പറയുന്നത് 5-നേക്കാൾ കുറവോ = 5, നമ്മൾ ഈക്വൽ ടു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം എന്ത് കിട്ടും, hello 5 എന്ന് കിട്ടും. ഇനി അടുത്ത തവണ വീണ്ടും എന്ത് സംഭവിക്കും, i ഇൻക്രിമെൻ്റ് ആവും, i എന്താവും, 6 ആവും. 6 ആവുമ്പം 6 <= 5 ആണോ, അല്ല, കണ്ടീഷൻ ഫോൾസ് ആയി. ഫോൾസ് ആവുമ്പോൾ നേരെ എന്ത് ചെയ്യും, ലൂപ്പിന് പുറത്ത് വരും, കഴിയും. ഇത്ര തവണ നമ്മളെ കോഡ് ഐട്രേറ്റ് ചെയ്തു. അപ്പം എന്താ ഇവിടെ സംഭവിച്ചേ, നമ്മൾ കൊടുത്ത കണ്ടീഷൻ അനുസരിച്ച് കോഡ് വർക്ക് ചെയ്തു.
അല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇത് എന്ത് ചെയ്യേണ്ടി വന്നേനെ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ hello 1 സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ hello 2 അങ്ങനെ നമ്മൾ 5 തവണ എഴുതേണ്ടി വന്നേനെ. അതിനെ നമ്മൾ എന്ത് ചെയ്തു, സിമ്പിളായിട്ട് ഒരു 5 ലൈനുള്ള ഒരു കോഡിലേക്ക് എടുത്തിട്ടപ്പോഴത്തേക്കും ഇതെന്തായി, ഈസി ആയിട്ട് പ്രിന്റ് ചെയ്തു. ഇതിനി എനിക്ക് 1000 തവണ പ്രിന്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി, <1000 കൊടുത്താൽ മതി. അപ്പോൾ 1000 തവണ എനിക്ക് പ്രിന്റ് ആവും. അപ്പോൾ അത്രയും കോഡിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ, അതായത് നമുക്കൊരു സെറ്റ് ഓഫ് കോഡിനെ റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യണം, ഐട്രേറ്റ് ചെയ്യണം. അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് എപ്പോഴും എന്ത് നമ്മൾ പ്രിഫർ ചെയ്യണം, ലൂപ്പിനെ നമ്മൾ പ്രിഫർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ്റെ ബേസിസിൽ ലൂപ്പ് വർക്കാവും. അപ്പോൾ ഇതാണ് വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ വൈൽ സിമ്പിളായിട്ട് മനസ്സിലായില്ലേ. ഇനി വൈലിൻ്റെ മിനിമം നമ്പർ ഓഫ് ഐട്രേഷൻ എന്ന് പറയുന്നത് 0 ആണ്. അതായത് ഇൻ കേസ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എൻ്റെ കണ്ടീഷൻ ഫോൾസ് ആവുകയാണെങ്കിൽ വൈൽ ലൂപ്പ് വർക്ക് ചെയ്യില്ല. ട്രൂ ആയാലും മാത്രമേ എന്ത് ചെയ്യുള്ളൂ, വർക്ക് ആവുള്ളൂ. എപ്പോൾ ഫോൾസ് ആവുന്നു അപ്പോൾ പുറത്തു പോകും. ഫസ്റ്റ് തവണ തന്നെ എൻ്റെ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ വൈൽ ലൂപ്പ് വർക്ക് ആവില്ല. അതായത് ഞാനിപ്പം 1ൽ ഇനിഷ്യലൈസ് ചെയ്തു. ഇപ്പം ഞാൻ കൊടുത്ത ഫസ്റ്റ് ഇത് തന്നെ എന്താ 6 എന്ന് പറയുന്ന ഡേറ്റയാണ് ഞാൻ പാസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ തവണ തന്നെ എന്ത് ചെയ്യും, കണ്ടീഷൻ ഫോൾസ് ആവും. അപ്പോൾ എന്ത് പറ്റും, ലൂപ്പിന് പുറത്തേക്ക് വരും. അപ്പം നമ്മൾ വൈൽ ലൂപ്പിൻ്റെ മിനിമം നമ്പർ ഓഫ് ഐട്രേഷൻ എന്ന് പറയുന്നത് 0 ആണ്. ഫസ്റ്റ് കണ്ടീഷനിൽ തന്നെ ലൂപ്പ് ഫോൾസ് ആയാൽ എന്ത് പറ്റും, നമ്മളെ കോഡിന് പുറത്ത് വരും. അതായത് വൈലിൽ എന്താ നമ്മൾ ആദ്യമേ ചെയ്യുന്ന കണ്ടീഷൻ ചെക്കിംഗ് ആണ്. അവിടെ തന്നെ കണ്ടീഷൻ എന്തെങ്കിലും കേസിൽ ഫോൾസ് ആയിപ്പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്, ലൂപ്പിന് പുറത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതായത് ഞാനിപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത് 6ലാണെന്ന് വെച്ചോ, ഇനിഷ്യലൈസ് ചെയ്യുന്നത് 6ലാണ്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ തന്നെ എന്താ, 6 < 5 ആണ്, കണ്ടീഷൻ ഫോൾസ് ആയി. അപ്പോൾ എന്ത് പറ്റും, ലൂപ്പിന് പുറത്ത് വരും. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ ഉണ്ടായതുകൊണ്ട് വൈലിൻ്റെ മിനിമം നമ്പർ ഓഫ് ഐട്രേഷൻ 0 ആണെന്ന് നമ്മൾ പറയും. ഇതൊരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത നമുക്ക് വരുന്ന ആളാണ് ഡു വൈൽ. ഡു വൈലിന് എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈലിലെ മിനിമം നമ്പർ ഓഫ് ഐട്രേഷൻ 0 ആണെങ്കിൽ ഡു വൈലിലെ മിനിമം നമ്പർ ഓഫ് ഐട്രേഷൻ 1 ആണ്. കാരണം ഡു വൈലിൽ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും, കോഡിനെ അങ്ങ് എക്സിക്യൂട്ട് ചെയ്യും. അതായത് വൈലിൽ നമ്മളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്ത് ട്രൂ ആണെങ്കിൽ മാത്രമേ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. പക്ഷെ ഡു വൈലിൽ ആദ്യമേ കോഡ് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ എന്തുള്ളൂ, കണ്ടീഷൻ ചെക്കിങ് നടക്കുന്നുള്ളൂ. അതുകൊണ്ട് ആദ്യം കണ്ടീഷൻ ഫോൾസ് ആണെങ്കിലും എന്ത് കിട്ടും, ഔട്ട്പുട്ട് കിട്ടും. അത് കഴിഞ്ഞ് മാത്രമേ എന്തിലേക്ക് വരുള്ളൂ, കണ്ടീഷൻ പാർട്ടിലേക്ക് വരുള്ളൂ. അതുകൊണ്ടാണ് ഡു വൈലിൻ്റെ മിനിമം നമ്പർ ഓഫ് ഐട്രേഷൻ 1 ആണെന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ് വന്നേക്കണേ, i1ൽ തുടങ്ങി ഡു സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ വാല്യൂ i, അതായത് ആദ്യത്തെ തവണ തന്നെ എങ്ങനെ പ്രിന്റ് ആവും, വാല്യൂ 1. എന്നിട്ട് എന്ത് ചെയ്യും, 1 എന്നുള്ളത് 2 ആയി. ഇനി മുതലേ നമ്മൾ എന്ത് ചെയ്യും, കണ്ടീഷൻ ചെക്ക് ചെയ്യുള്ളൂ. 2 < 1 ആണോ, 2 < 3 ആണോ, ആണ്. അപ്പോൾ എന്ത് പറ്റും, വാല്യൂ 2 എന്ന് പറഞ്ഞ് പ്രിന്റ് ആവും. അപ്പോൾ വീണ്ടും എന്ത് ചെയ്തു, എന്താ ഇൻക്രിമെന്റ് ചെയ്തു, 3 ആയി. അപ്പോഴും എന്ത് വന്നു, 3 < 3 ആണോ, ആണ്. അപ്പോഴും എന്ത് സംഭവിച്ചു, നമ്മളെ ഡു വൈൽ എന്ന് പറയുന്നത് വീണ്ടും വർക്കായി, വാല്യൂ 3 എന്ന് പ്രിന്റ് ആയി. അടുത്ത തവണ എന്താവും, 4 ആവും, കണ്ടീഷൻ ഫോൾസ് ആവും, പുറത്തു വരും. അപ്പോൾ ഫസ്റ്റത്തെ 1ന് എന്ത് ചെയ്യുന്നില്ല, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നില്ല. ഇവിടെ ആണെങ്കിൽ എന്താ, 1 < 5 ആണോ എന്ന് പറഞ്ഞാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ടാണ് hello 1 കിട്ടിയത്. ഇവിടെ ആദ്യമേ എന്ത് വരും, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ വാല്യൂ പ്ലസ് i, ആദ്യമേ വാല്യൂ ആദ്യത്തെ എന്താ ഈ 1 എന്നുള്ളത് ഇനി പോരും. അതിന് കണ്ടീഷൻ ഒന്നും ചെക്ക് ചെയ്യുന്നില്ല, വാല്യൂ 1 എന്ന് പറഞ്ഞ് പ്രിന്റ് ആവും. അടുത്ത ഇൻക്രിമെന്റേഷൻ നടന്ന് അത് 2 ആയി. 2 മുതലേ എന്ത് ചെക്കിങ് വരുന്നുള്ളൂ, വാല്യൂ ചെക്കിങ് വരുന്നുള്ളൂ, അതായത് കണ്ടീഷൻ ചെക്കിങ് വരുന്നുള്ളൂ. അപ്പം ആദ്യത്തെ തവണ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ, അതായത് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ പോലും എന്ത് റണ്ണാവും, ഇത് റണ്ണാവും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ i 4 ആയിരുന്നു, ഡു സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ വാല്യൂ 4 എന്ന് എനിക്ക് പ്രിന്റ് ആവും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, i++ ചെയ്തപ്പോൾ എൻ്റെ 4 5 ആയി. i < 3 ആണോ, അല്ല. 5 < 3 അല്ലല്ലോ, അല്ല. ഔട്ട്പുട്ട് കാണില്ല. അതായത് ഫസ്റ്റ് സെറ്റിൽ തന്നെ കണ്ടീഷൻ എന്തായി, ഫോൾസ് ആയി. പക്ഷേ നമുക്ക് വാല്യൂ 4 എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് കിട്ടി. മനസ്സിലായോ, അതാണ് പറഞ്ഞത്. കണ്ടീഷൻ ഇൻ കേസ് ഫോൾസ് ആണെങ്കിൽ പോലും ആദ്യമേ സ്റ്റേറ്റ്മെന്റ് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യും. അതുകൊണ്ടാണ് മിനിമം നമ്പർ ഓഫ് ഐട്രേഷൻ 1 എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനും എന്തുണ്ട്, ഇനിഷ്യലൈസേഷൻ പാർട്ടും അപ്ഡേഷൻ പാർട്ടും കണ്ടീഷൻ പാർട്ടും ഉണ്ട്. ഓക്കെ, ഇതാണ് വൈലും ഡു വൈലും. ഇനി നമുക്ക് വരുന്നതാണ് ഫോർ. എക്സിക്യൂട്ട്സ് എ ബ്ലോക്ക് റിപ്പീറ്റഡ്ലി ഫോർ എ സ്പെസിഫിക് നമ്പർ ഓഫ് ടൈംസ്. ഓക്കെ, വൈലായിരുന്നെങ്കിൽ എന്താ, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, ഡു വൈലാണെങ്കിൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് മുന്നേ തന്നെ എക്സിക്യൂട്ട്സ് അറ്റ്ലീസ്റ്റ് 1, ഒരു തവണയെങ്കിലും കോഡ് എക്സിക്യൂട്ട് ആവും. 4 ആണെങ്കിൽ എത്ര തവണ നമ്മൾ പറയുന്നോ അത്രയും തവണ എക്സിക്യൂട്ട് ആവും. ഓക്കെ, നമ്മൾ വൈലിൽ
ഇനിഷ്യലൈസേഷനും കണ്ടീഷനും അപ്ഡേഷനും 3 പാർട്ടായിട്ട് കൊടുത്തെങ്കിൽ ഫോറിൽ നമ്മളെല്ലാം കൂടി എന്ത് ചെയ്യും, ഒരൊറ്റ ബ്രാക്കറ്റിൽ അങ്ങ് പാസ് ചെയ്യും. അത്രേ ഉള്ളൂ വ്യത്യാസം. ബാക്കി എല്ലാം സിമിലർ ആണ്. ഓക്കെ, ഇനിഷ്യലൈസേഷനും കണ്ടീഷനും അപ്ഡേഷനും നമ്മൾ എന്ത് ചെയ്തു, ഒരൊറ്റ ലൈനിൽ പാസ് ചെയ്തു. ഫസ്റ്റ് എന്ത് ചെയ്യും, ഇനിഷ്യലൈസേഷൻ വർക്കാവും, കണ്ടീഷൻ ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യും, കോഡ് എക്സിക്യൂട്ട് ചെയ്യും, അപ്ഡേറ്റ് പാർട്ടിലേക്ക് കറങ്ങി വരും, അപ്ഡേഷൻ നടക്കും, പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യും, കോഡ് എക്സിക്യൂട്ട് ചെയ്യും, വീണ്ടും കറങ്ങി അപ്ഡേറ്റ് പാർട്ട് വരും. എന്താ, അപ്ഡേഷൻ്റെ പാർട്ടായിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യണമെങ്കിൽ ഇൻക്രിമെൻറ്റ് ചെയ്യും, പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യും. അങ്ങനെ കണ്ടീഷൻ ട്രൂ ആവുന്നത് വരെ ഇതിങ്ങനെ കറങ്ങി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഫോൾസ് ആകുമ്പോൾ പുറത്ത് വരും. സിമ്പിൾ. സെയിം വർക്കിംഗ് തന്നെയാണ്. എന്തേ മാറ്റം വരുന്നുള്ളൂ, പല ലൈനിനുള്ളത് ഒരൊറ്റ ലൈനായി. ഓക്കെ, ഇവിടെ എന്താ ചെയ്തേക്കണേ, സെയിം നമ്മൾ നേരത്തെ ചെയ്ത പോലെ I1 ആണ്. I less than or equal to 5 ആണോ, ആണ്. 1 less than or equal to 5 ആണ്. കൗണ്ട് 1 എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് കിട്ടി. അപ്പോൾ കറങ്ങി എവിടെ വരും, അപ്ഡേറ്റിലേക്ക് വരും. I എന്തായി മാറി, 2 ആയി മാറി. ഇനി നമ്മൾ എന്താ ചെക്ക് ചെയ്യണേ, 2 less than or equal to 5. ഒരു തവണയിലെ ഇനിഷ്യലൈസേഷനിലേക്ക് നമ്മൾ പോവുള്ളൂ. ഓരോ തവണ ഐയുടെ വാല്യൂ മെമ്മറിയിൽ ചേഞ്ച് ആവും. ഇനിഷ്യലൈസേഷൻ തുടങ്ങുന്ന സമയത്ത് മാത്രമേ ഉപയോഗം വരുന്നുള്ളൂ. അപ്പോൾ അടുത്ത തവണ എന്തായി, 2 ആയി. 2 less than or equal to 5 ആണ്. കൗണ്ട് 2 ആയി. പിന്നെ I എന്തായി, കൗണ്ട് 2 കിട്ടി കഴിയുമ്പോൾ പിന്നെയും കറങ്ങി ഇവിടെ വന്നു, അപ്ഡേറ്റ് വർക്കായി, 3 ആയി. ഇപ്പുറത്ത് വന്നു, 3 less than or equal to 5 ആണ്. വീണ്ടും കറങ്ങി ഔട്ട്പുട്ട് കിട്ടി. അങ്ങനെ ഏതുവരെ പോവും, 5 വരെ പോവും. 6 എത്തുമ്പം, അതായത് I++ കടന്ന് 5 6 ആയി. 6 less than or equal to 5 ആണോ, കണ്ടീഷൻ ഫോൾസ് ആയി, ലൂപ്പിന് പുറത്ത് വരും. ഇങ്ങനെയാണ് ഫോർ ലൂപ്പ് വർക്ക് ആകുന്നത്. അതായത് വൈലും ഡു വൈലും മനസ്സിലാക്കിയാൽ പിന്നെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എളുപ്പമാണ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ലൂപ്പിലെ മെയിൻ ആയിട്ടുള്ളത്. ഇനിയുള്ളതാണ് ഫോർ ഈച്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഐട്രേറ്റ്സ് ഓവർ എലമെന്റ്സ് ഇൻ ആൻ അറേ ഓർ കളക്ഷൻ. അതായത് നമുക്ക് ജാവയിലെ ഓബ്ജക്റ്റ് കൺസെപ്റ്റ് എത്തുമ്പോൾ അല്ലെങ്കിൽ എത്തിക്കഴിഞ്ഞ് നമ്മൾ പഠിക്കുന്ന ഒരു സാധനമാണ് അറേ. അറേ എന്ന് പറയുന്നത് ഹോമോജീനിയസ് ആയിട്ടുള്ള, അതായത് സെയിം ഡേറ്റ ടൈപ്പിലുള്ള ഡേറ്റയെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ, ഒരു ഡേറ്റ സ്ട്രക്ചറാണ് അറേ എന്ന് പറയുന്നത്. ഈ അറേയിലൊക്കെ എന്താ ഐട്രേറ്റ് ചെയ്യാൻ വേണ്ടി, ലൂപ്പിംഗ് പെർഫോം ചെയ്യാൻ, അറേ ഇൻഡെക്സുകളെ പാസ് ചെയ്യാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന അഡ്വാൻസ്ഡ് ഫോർ ലൂപ്പാണ് ഫോർ ഈച്ച് ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ ഈച്ച് ലൂപ്പിന്റെ മറ്റൊരു പേരാണ് അഡ്വാൻസ്ഡ് ഫോർ ലൂപ്പ്. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിളാണിത്. ഈ സ്ക്വയർ ബ്രാക്കറ്റിന്റെ മീനിങ് അറേ എന്നാണ്. ഓക്കെ, അറേ നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ കേർലി ബ്രേസസിലാണ്. അപ്പോൾ ഞാൻ കേർലി ബ്രേസസിൽ നമ്പർ എന്ന് പറയുന്ന പേരുള്ള കുറച്ച് നമ്പേഴ്സ് ഉള്ള, അതായത് ഒരു 4 ഡേറ്റ ഉള്ള ഒരു അറേ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അതായത് 4 ഡേറ്റ ഉള്ള ഈ അറേയുടെ പേര് നമ്പേഴ്സ് എന്നാണ്. ഇത് ഇൻഡിജർ ടൈപ്പ് ആയതുകൊണ്ടാണ് ഇൻഡ് അറേ എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പിലേക്ക് വന്നത്. ഓക്കെ, ഇത് അറേയിലെ ഫസ്റ്റ് എലമെന്റ്, സെക്കൻഡ് എലമെന്റ്, തേർഡ് എലമെന്റ്, ഫോർത്ത് എലമെന്റ്. ഈ എലമെന്റിന് ഇൻഡെക്സ് 0, ഇത് 1, 2, 3. എനിക്ക് അറേ എലമെന്റ്സിനെ ആക്സസ് ചെയ്യണം. അതായത് എൻ്റെ അറേയിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് എനിക്കൊന്ന് പ്രിന്റ് ചെയ്ത് കാണണം. അറേയെ എന്ത് ചെയ്യണം, എനിക്ക് ട്രാവേഴ്സ് ചെയ്യണം. അറേയുടെ ഒരു അറ്റത്തു നിന്ന് അടുത്ത അറ്റത്തിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് പോയി ഏതൊക്കെ എലമെന്റ്സ് ഉണ്ടെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. ഇങ്ങനെ ട്രാവേഴ്സ് ചെയ്ത് അറേ എലമെന്റ്സിനെ ഫെച്ച് ചെയ്തെടുക്കാൻ വേണ്ടി എന്നെ ആര് ഹെൽപ്പ് ചെയ്യും, ഫോർ ഈച്ച് ലൂപ്പ് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ഫോർ ഈച്ച് ലൂപ്പിന്റെ സിൻടാക്സ് ആണ് ഇത്. ഫോർ ഇൻഡ് എന്ത് പാസ് ചെയ്തു, n കോളൻ നമ്പേഴ്സ്. അതായത് ഈ നമ്പേഴ്സ് എന്ന് പറയുന്ന അറേയെ ഞാൻ പിടിച്ച് ഫോർ ഈച്ച് ലൂപ്പിലേക്ക് ഇട്ടു. എന്നിട്ട് ഇതിനെ ഞാൻ കൊണ്ടുവന്ന് n എന്ന് പറയുന്ന പുതിയൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു. ഇനി ഞാൻ n എന്ന് പോയി system.out.println n എന്ന് വിളിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും, 10 20 30 90. അതായത് ഈ നമ്പർ എന്ന് പറയുന്നത് ഇൻഡ് അറേ ആണ്. ഓക്കെ, ഈ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്ത് ഡേറ്റ ടൈപ്പാണ്, അറേ ഡേറ്റ ടൈപ്പാണ്. അതാണ് ഇൻഡ് അറേ. അതായത് ഇതിൽ ഞാൻ സ്റ്റോർ ചെയ്തേക്കുന്ന ഇൻഡിജർ ടൈപ്പ് അറേ ആണ്. ഓക്കെ, അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇൻഡ് a = 10 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, എയിൽ ഞാൻ സ്റ്റോർ ചെയ്തേക്കുന്നത് 10 എന്ന് പറയുന്ന ഒരു ഇൻഡിജർ വാല്യൂ ആണ്. ഓക്കെ, പക്ഷേ ഇവിടെ ഞാൻ സ്റ്റോർ ചെയ്തേക്കുന്നത് 10 എന്ന് പറയുന്ന ഒരു സിംഗിൾ വാല്യൂ അല്ല, പകരം 10 20 30 എന്ന് പറയുന്ന അല്ലെങ്കിൽ 40 എന്ന് പറയുന്ന ഒരു കളക്ഷൻ ഓഫ് അറേ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ എന്തിലും നൊട്ടേറ്റ് ചെയ്തേക്കുന്നത്, ഈ കേർലി ബ്രേസസിൽ നൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെറും ഒരു ഇൻഡ് അല്ല, പകരം എന്താ, ഇൻഡിജർ അറേ ആണ്. അതുകൊണ്ടാണ് എന്തെന്ന് വന്നത്, ഇൻഡ് അറേ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇൻഡ് അല്ല, ഇൻഡിജർ അറേ ആണ്. ഞാൻ ഇതിനെ എന്താക്കി, ഇൻഡ് n എന്ന് പറയുന്ന ഒരു സാധാരണ ഇൻഡിജർ വേരിയബിൾ ആക്കി മാറ്റി. ഓക്കെ, ഇപ്പം എന്താ ഇവിടെ ഞാൻ ചെയ്തേക്കണത്, ഇതിനെ ഞാൻ കൺവേർട്ട് ചെയ്ത് നമ്പേഴ്സ് എന്ന് പറഞ്ഞ ഇൻഡിജർ അറേ ഞാൻ n എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് കൊണ്ട് സ്റ്റോർ ചെയ്തതും ഈ ഇൻഡ് എന്താ മീൻസ് ഈ n എന്താ ഇൻഡിജർ ടൈപ്പ് വേരിയബിൾ ആണ്. ഓക്കെ, അതായത് ഇനി ഞാൻ system.out.println n എന്ന് വിളിച്ച് കഴിഞ്ഞാൽ അറേ ഫോർമാറ്റിലായിരിക്കില്ല പ്രിന്റ് ആവുന്നത്, പകരം നോർമൽ ഇൻഡിജർ നമ്പേഴ്സിനെ പോലെ 1 10 20 30 40 പ്രിന്റ് ആവും. അതാണ് ഇവിടെ ചെയ്തേക്കണം. അതായത് അറേയിലെ എലമെന്റ്സ് ഏതൊക്കെയാണ് എന്ന് ആക്സസ് ചെയ്യാൻ എന്നെ ഇതിനെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ സ്ട്രിങ് ആയിരുന്നെങ്കിൽ സ്ട്രിങ് എന്ന് നമ്മൾ വിളിച്ചേനെ, എങ്കിൽ സ്ട്രിങ്ങിൽ പ്രിന്റ് ആയി കാണിച്ചേനെ. ഓക്കെ, അപ്പം അറേ എലമെന്റ്സിനെ ട്രാവേഴ്സ് ചെയ്ത് എലമെന്റ്സിനെ ആക്സസ് ചെയ്യാനൊക്കെ നമ്മൾ ആര് ഹെൽപ്പ് ചെയ്യും, ഫോർ ഈച്ച് ലൂപ്പ് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ഫോർ ലൂപ്പ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇത്രയാണ് നമ്മൾ എന്ത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് അഥവാ ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്കുള്ളതാണ്
ജമ്പ് ഓർ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, ജമ്പിൽ ഒരെണ്ണം നമ്മൾ പറഞ്ഞു, ബ്രേക്ക്, ജമ്പ് ചെയ്യുക അഥവാ ചാടുക, ചാടിപ്പോകാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആര്? ജമ്പിങ് സ്റ്റേറ്റ്മെന്റ്സ് അഥവാ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ്സ്. അപ്പം അതിൽ നമുക്ക് വരുന്നവരാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രേക്ക്, കണ്ടിന്യൂ, റിട്ടേൺ. ഓക്കെ, ബ്രേക്ക് എന്തിനാ? എക്സിറ്റ്സ് എ ലൂപ്പ് ഓർ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഇമ്മീഡിയറ്റ്ലി. എനിക്കൊരു ലൂപ്പിൽ നിന്നോ സ്വിച്ചിൽ നിന്നോ ഇമ്മീഡിയറ്റ്ലി എക്സിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്നെ ആര് ഹെൽപ്പ് ചെയ്യും? ബ്രേക്ക് ഹെൽപ്പ് ചെയ്യും. ഇപ്പം സ്വിച്ചിലാണെങ്കിലും ബ്രേക്ക് ഇല്ലെങ്കിൽ എന്ത് പറ്റും? ചുമ്മാ എക്സിക്യൂഷൻ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ബിലോ സ്റ്റേറ്റ്മെന്റ്സിന്റെ എക്സിക്യൂഷനെ തടഞ്ഞ് പെർട്ടിക്കുലർ ആയിട്ട് ഒരു കേസ് കറക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആ കണ്ടീഷൻ അവിടെ വെച്ച് നിർത്തിയിട്ട് എന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ്ലി അതിന് പുറത്തേക്ക് വരണം. ആ പറയുന്ന കേസ് ഓക്കെ ആയല്ലോ, റണ്ണായി, ഇനി താഴോട്ടുള്ളതൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അത് സ്റ്റോപ്പ് ചെയ്ത് ഇമ്മീഡിയറ്റ്ലി അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യണം. അതിന് നമ്മൾ ആര് ഹെൽപ്പ് ചെയ്യും? ബ്രേക്ക് ഹെൽപ്പ് ചെയ്യും. അതായത് ചാടി പുറത്ത് വരിക. അതുകൊണ്ടാണ് ജമ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി കണ്ടിന്യൂ എന്ന് പറയുന്നത് സ്കിപ്പ് ദ കറണ്ട് ഐട്രേഷൻ ആൻഡ് പ്രൊസീഡ് വിത്ത് ദ നെക്സ്റ്റ് വൺ. കണ്ടിന്യൂ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കറന്റ് വർക്ക് ചെയ്തിരിക്കുന്ന ഐട്രേഷൻ എനിക്ക് വേണ്ട, സ്കിപ്പ് ചെയ്യണം. എന്നിട്ട് ബാക്കിയുള്ള മൊത്തം എനിക്ക് സ്കിപ്പ് ആവണ്ട, കറന്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രം സ്കിപ്പായിട്ട് ബാക്കിയുള്ളത് എനിക്ക് റൺ ചെയ്യണം. പ്രൊസീഡ്സ് ദ നെക്സ്റ്റ് വൺ. ബാക്കിയുള്ളതിന് എനിക്ക് പ്രൊസീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ആരെ യൂസ് ചെയ്യും? കണ്ടിന്യൂ യൂസ് ചെയ്യും. റിട്ടേൺ എക്സിസ്റ്റ് ഫ്രം ദ കറണ്ട് മെത്തേഡ്, ഓപ്ഷണലി റിട്ടേണിങ് എ വാല്യൂ. റിട്ടേൺ എന്തിനാ? എക്സിസ്റ്റ് ഫ്രം കറണ്ട് മെത്തേഡിൽ നിന്ന് എക്സിസ്റ്റ് ചെയ്തിട്ട് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യണം. അതായത് ഒരു മെത്തേഡ് വർക്ക് ചെയ്ത ശേഷം എപ്പോഴും ഒരു വാല്യൂ റിട്ടേൺ ചെയ്യും. ഇൻ കേസ് ആ മെത്തേഡ് ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ റിട്ടേൺ ടൈപ്പ് വോയിഡ് ആയിരിക്കും. നമ്മൾ കേട്ടിട്ടില്ലേ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ? ആ വോയിഡ് എന്ന് പറഞ്ഞിരുന്നത് ഒരു റിട്ടേൺ ടൈപ്പാണ്. റിട്ടേണും റിട്ടേൺ ടൈപ്പും രണ്ടും രണ്ടാണ്. നമ്മളൊരു മെത്തേഡ് എഴുതി കഴിഞ്ഞിട്ട് ലാസ്റ്റ് റിട്ടേൺ എ എന്ന് വിളിക്കുന്നതാണ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. ഇനി വോയിഡ്, ഇൻഡ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നതാണ് റിട്ടേൺ ടൈപ്പ്. അപ്പൊ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്ത ശേഷം എനിക്ക് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യണം. എന്നിട്ട് ഇത് ഈ മെത്തേഡിനെ ആരാണോ കോൾ ചെയ്യുന്നത് അവർക്ക് എനിക്ക് ഈ ഡേറ്റ തിരിച്ച് പാസ് ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ആരെ യൂസ് ചെയ്യും? റിട്ടേൺ എന്ന് പറയുന്ന ഇതിനെ യൂസ് ചെയ്യും. ഇതും എന്തിനു തന്നെയാണ്? കറന്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡിന്റെ എക്സിക്യൂഷൻ കഴിഞ്ഞു, ജമ്പ് ചെയ്യുക, കോളറിലേക്ക് പോവുക, ഡേറ്റ അവിടെ കൊടുക്കുക, റിട്ടേൺ ചെയ്യുക, മെമ്മറിയിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യുക. അവരും എന്തിനു തന്നെയാണ് ഉപയോഗിക്കുന്നത്? റിട്ടേണിങ്ങിന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ബ്രേക്ക് നമ്മൾ സ്വിച്ചിന്റെ കേസിൽ ഓൾറെഡി പറഞ്ഞാണ്. അതുപോലെ നമ്മൾ എന്തിന്റെ കേസിൽ പറഞ്ഞിരിക്കുകയാണ്? ലൂപ്പിന്റെ കേസിൽ പറഞ്ഞേക്കാം. ഇവിടെ എന്താ ചെയ്തേക്കണേ? ഒരു ഫോർ ലൂപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഐയുടെ വാല്യൂ 1 ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 വരെ ചെക്ക് ചെയ്യണം. ഐ ഓരോ തവണ 1ന് വെച്ച് പ്ലസ് പ്ലസ് ഓരോ തവണ 1 പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഓരോ വാല്യൂ ഇൻക്രീസ് ചെയ്യാന്നാണ് അർത്ഥം. ഓക്കെ, ഐ ഈക്വൽ ടു 3 ആവുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണം? ബ്രേക്ക് ചെയ്യണം. അതായത് ഐ ഈക്വൽ ടു 1ഉം 2ഉം നമുക്ക് കിട്ടും. 3 ആകുമ്പോൾ എന്ത് സംഭവിക്കും? ബ്രേക്ക് ചെയ്യും. ഓക്കെ, അതിന് നമ്മൾ 4നകത്ത് എന്തിട്ടോ? ഒരു ഇഫ് ഇട്ടിട്ട് ഐ ഈക്വൽ ടു 3 ബ്രേക്ക് എന്ന് വിളിച്ചു. അപ്പം 3 ആകുമ്പോൾ എന്ത് ചെയ്യും? കണ്ടീഷൻ ഫ്ലോപ്പ് ആയിട്ട് ബ്രേക്ക് ആയിട്ട് എന്ത് വരും? ലൂപ്പിന് പുറത്ത് വരും. ഓക്കെ, അപ്പൊ 1 വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? ഐ ഈക്വൽ ടു 1 എന്ന് പ്രിന്റ് ആവും. അതാണ് ഐ ഈക്വൽ ടു പ്ലസ് ഐ. 2 വരുമ്പോഴും ഐ ഈക്വൽ ടു 2 എന്ന് പ്രിന്റ് ആവും. 3 വരുമ്പോൾ നമ്മൾ എന്ത് കൊടുത്തു? ഒരു കണ്ടീഷൻ എക്സ്ട്രാ പാസ് ചെയ്തു. ഇഫ് 3 ആവുമ്പോൾ ബ്രേക്ക് ചെയ്യണം. അതായത് ലൂപ്പിനെ 3 ആവുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ അങ്ങോട്ടുള്ളതൊന്നും വർക്കാവില്ല. അപ്പൊ 1ഉം 2ഉം മാത്രമേ വർക്കാവും. ലൂപ്പിന് എന്ത് വന്നു? ഒരു തടസ്സം വന്നു. ഓക്കെ, അപ്പൊ ബ്രേക്കിൽ നമ്മൾ സ്വിച്ചിലും പഠിച്ചു, ലൂപ്പിലും പഠിച്ചു. ഇനി അടുത്ത എന്താ? കണ്ടിന്യൂ. ഇതെന്താ ചെയ്തേക്കണേ? സെയിം സാധനം തന്നെ ഞാൻ ചെയ്തേക്കാണ്. കണ്ടിന്യൂ അതായത് 3 മാത്രം. മറ്റേതാണെങ്കിൽ എന്താ? ബ്രേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് നിൽക്കും. പിന്നെ അങ്ങോട്ടുള്ള കണ്ടീഷൻസ് ഒന്നും ചെക്ക് ചെയ്യില്ല. അവിടെ വെച്ച് കംപ്ലീറ്റ്ലി സ്റ്റോപ്പാണ്. 1ഉം 2ഉം കഴിഞ്ഞാൽ പിന്നെ 3, 4, 5 ഒന്നും ഇല്ല. 3 മുതൽ സ്റ്റോപ്പാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ കണ്ടീഷൻ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് അടുത്തയിലേക്ക് നമ്മൾ പോകും. ഓക്കെ, അതായത് 1ഉം വരും, 2ഉം വരും. 3 വരുമ്പോൾ എന്ത് ചെയ്യും? സ്കിപ്പ് ചെയ്യും. പിന്നെ 4ഉം 5ഉം വരും. ഓക്കെ, അതാണ് ഇവിടെ സംഭവിച്ചേക്കണം. 1 വന്നപ്പോൾ വർക്കായി, 2 വന്നപ്പോൾ വർക്കായി, 3 വന്നപ്പം കണ്ടിന്യൂവിന്റെ കേസിൽ നമ്മൾ കണ്ടീഷൻ കൊടുത്തു, 3 സ്കിപ്പായി, 4ഉം 5ഉം വർക്കായി. അപ്പൊ ബ്രേക്ക് ആണെങ്കിൽ എന്താ? ബിലോ ആയിട്ടുള്ള ഒരു കണ്ടീഷനും വർക്ക് ചെയ്യില്ല. കണ്ടിന്യൂ ആണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കണ്ടീഷനെ മാത്രം എന്ത് ചെയ്യും? കറണ്ട് ഐട്രേഷനെ മാത്രം സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ളതിനെ പ്രൊസീഡ് ചെയ്യും. ഓക്കെ, റിട്ടേൺ ആണെങ്കിൽ എന്താ? ഇതിപ്പോൾ ഒരു റിട്ടേണിന്റെ എക്സാമ്പിളാണ്. ഞാനൊരു മെയിൻ മെത്തേഡ് വിളിച്ചു. മെയിൻ മെത്തേഡ് അവിടെ കിടക്കട്ടെ. ഞാൻ സ്റ്റാറ്റിക് ഇൻറ്റ് ആഡ് നമ്പേഴ്സ് എന്നൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്ത മെത്തേഡാണ്. എനിക്ക് 2 നമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയ മെത്തേഡാണ്. എന്നിട്ട് മെത്തേഡിനകത്ത് ഞാൻ 2 പാരാമീറ്റേഴ്സ് അഥവാ ആർഗ്യുമെന്റ്സ് ഞാൻ പാസ് ചെയ്തു, എയും ബിയും. ഓക്കെ, അപ്പം ഞാൻ എപ്പോഴൊക്കെ 2 ഡേറ്റ പാസ് ചെയ്യുന്നു, അതായത് ആഡ് നമ്പേഴ്സ്, ഇതാണ് മെത്തേഡിന്റെ പേര്. ഓക്കെ, എന്നെ ഇപ്പോൾ വിളിക്കണമെങ്കിൽ എൻ്റെ പേര് വെച്ചല്ലേ എന്നെ കോൾ ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഓരോരുത്തരെയും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്നത് എങ്ങനെ? നമ്മൾ പേര് വെച്ചാൽ. അതുപോലെ ഒരു മെത്തേഡിനെ നമ്മൾ കോൾ ചെയ്യുന്നത് മെത്തേഡിന്റെ പേര് വെച്ചായിരിക്കും. അപ്പോൾ എനിക്ക് ഈ മെത്തേഡ് എപ്പൊക്കെ വർക്ക് ആവണോ അപ്പോഴെല്ലാം ഞാൻ ഇതിന്റെ പേര് വെച്ച് ഇതിനെ വിളിക്കണം. ഓക്കെ,
അപ്പോൾ എനിക്ക് 2 നമ്പർ ആഡ് ചെയ്യണമെങ്കിൽ ഞാൻ ആഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ് വിളിച്ചാലേ ഇത് വർക്ക് ആവുള്ളൂ. അപ്പോൾ ഞാൻ എവിടെ പോയി ആഡ് നമ്പർ എന്ന് വിളിച്ചിട്ട് 2 ഡേറ്റ പാസ് ചെയ്യുന്നോ അപ്പോൾ എന്ത് പറ്റും, ആ 2 ഡേറ്റ വന്ന് എയിലും ബിയിലേക്കും അസൈൻ ആവും. എന്നിട്ട് എയും ബിയും കൂടി ആഡ് ചെയ്തിട്ട് ഇത് റിട്ടേൺ ചെയ്യും. എങ്ങോട്ടേക്ക് റിട്ടേൺ ചെയ്യും? ആരാണോ ഈ ആഡ് നമ്പേഴ്സിനെ വിളിച്ചത് അവരിലേക്ക് റിട്ടേൺ ചെയ്യും. ഈ ആഡ് നമ്പേഴ്സിനെ ഇവിടെ ആരാ കോൾ ചെയ്തിരിക്കുന്നത്? ആഡ് നമ്പേഴ്സ് 10, 20 എന്ന് പറഞ്ഞ് കോൾ ചെയ്തിരിക്കുന്ന ആരാ? മെയിൻ മെത്തേഡാ. ഒരു മെത്തേഡിനെ മറ്റൊരു മെത്തേഡായിരിക്കും എപ്പോഴും കോൾ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ആരാ കോൾ ചെയ്തേക്കുന്നത്? മെയിൻ മെത്തേഡാണ്. മെയിൻ മെത്തേഡ് കോൾ ചെയ്തിട്ടുണ്ട്. അപ്പം എന്താ സംഭവിക്കുന്നത്? നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യും. പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ആദ്യം ആര് വർക്കാവും? മെയിൻ മെത്തേഡ്. പ്രോഗ്രാമിൻ്റെ ഒരു ജാവ പ്രോഗ്രാമിൻ്റെ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് മെയിൻ മെത്തേഡാണ്. മെയിൻ മെത്തേഡാണ് പ്രോഗ്രാമിനെ സ്റ്റാർട്ട് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്, എക്സിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മെയിൻ മെത്തേഡ് സ്റ്റാർട്ട് ചെയ്തു. മെയിൻ മെത്തേഡ് ആരെ വിളിച്ചു? ആഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു മെത്തേഡിനെ കോൾ ചെയ്തു. അപ്പോൾ ഇതാണ് ആഡ് നമ്പർ. എന്നിട്ട് എന്ത് പാസ് ചെയ്തു? 2 ഡേറ്റ 10ഉം 20ഉം പാസ് ചെയ്തു. അപ്പോൾ 10 വന്ന് എയിലും 20 വന്ന് ബിയിലും ഇരിക്കും. എന്നിട്ട് എന്ത് ചെയ്തു? എയും ബിയും കൂടി ആഡ് ചെയ്തു. 10ഉം 20ഉം കൂടി ആഡ് ചെയ്ത് 30 വന്നു. ഈ 30 ഞാൻ റിട്ടേൺ ചെയ്യണം. റിട്ടേൺ ചെയ്യാന്ന് വെച്ചാൽ ആരാണോ വിളിച്ച അയാളിലേക്ക് തിരിച്ചു കൊടുക്കുക എന്നാണ് അർത്ഥം. ഓക്കെ, ഇത് എങ്ങോട്ട് റിട്ടേൺ ആയി? മെയിൻ മെത്തേഡിലേക്ക് തന്നെ റിട്ടേൺ ആയി. അതായത് വിളിച്ച ആളുടെ അടുത്തേക്ക് തന്നെ റിട്ടേൺ ആയി. അതെന്നിട്ട് എവിടെ പോയി സ്റ്റോർ ആവും? റിട്ടേൺ ചെയ്ത് വരുന്ന ആൻസർ അവിടെ കിടന്നാൽ വെറുതെ കിടക്കും. മെമ്മറിയിൽ എവിടെ ഒരു ലൊക്കേഷൻ ഉണ്ട്. എപ്പോൾ ഞാൻ system.out.println എന്ന് വിളിക്കുമ്പോഴേ അത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എളുപ്പത്തിന് ഞാൻ എന്ത് ചെയ്തു? അതിനെ റിസൾട്ട് എന്ന് പറഞ്ഞ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. കിട്ടുന്ന ആൻസർ എന്താണ്? ഇൻഡിജർ ടൈപ്പ് ആൻസറാണ്. 10ഉം 20ഉം കൂടി ആഡ് ചെയ്ത് 30 എന്ന് പറഞ്ഞാൽ ഇൻഡ് ആൻസറാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇൻഡ് വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ഓക്കെ, ഇനി ഞാൻ system.out.println റിസൾട്ട് എന്ന് വിളിച്ചാൽ എനിക്ക് എന്ത് കിട്ടും? 30 എന്ന് കിട്ടും. പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് വൃത്തിയാവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? കൺകാറ്റിനേഷൻ പെർഫോം ചെയ്തു. സം പ്ലസ് റിസൾട്ട് എന്ന് വിളിച്ചു. അപ്പം സം കോളൻ 30 എന്ന് പ്രിന്റ് ആവും. അതാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എന്തിനാ യൂസ് ചെയ്യുന്നത്? ഒന്ന് കോളറിലേക്ക് ഡേറ്റയെ റിട്ടേൺ ചെയ്യാനാണ്. ഓക്കെ, പിന്നെന്താണ്? കറണ്ട് മെത്തേഡിനെ എക്സിറ്റ് ചെയ്യുക. അതായത് കറണ്ട് മെത്തേഡ് ഒരു മെത്തേഡിൻ്റെ ഫുൾ വർക്കിംഗ് കഴിയുമ്പോഴേക്കും എപ്പോഴും റിട്ടേൺ വരുന്നത്. കാരണം റിട്ടേണിൻ്റെ മെയിൻ പണി എന്ന് പറയുന്നത് അതിൻ്റെ അവസാനം കിട്ടുന്ന ആൻസറിന്, അതായത് ആ മെത്തേഡ് കംപ്ലീറ്റ്ലി വർക്ക് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഫൈനൽ ഔട്ട്പുട്ടിനെ റിട്ടേൺ ചെയ്യുക, അതായത് പാസ് ചെയ്യുക എന്നുള്ളതാണ് റിട്ടേണിൻ്റെ പണി. അപ്പോൾ ആ മെത്തേഡ് തീരുമ്പോഴായിരിക്കും എപ്പോഴും റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക? കറണ്ട് മെത്തേഡിനെ എക്സിറ്റ് ചെയ്തിട്ട് എങ്ങോട്ട് റിട്ടേൺ ചെയ്യുക? വാല്യൂവിനെ കോളറിലേക്ക് റിട്ടേൺ ചെയ്യുക എന്നുള്ളതാണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പണി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ വരുന്നത്. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ്. കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സും ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സും. ഡിസിഷനിൽ വരുന്നതാണ് ഇഫ്, ഇഫ് എൽസ്, ഇഫ് എൽസ് ഇഫ് ലാഡർ, പിന്നെന്താ സ്വിച്ച്, ടെർണറി, നെസ്റ്റഡ് ഇഫ്. ഓക്കെ, അതുപോലെ ലൂപ്പിങ്ങിൽ വരുന്നതാണ് വൈൽ, ഡു വൈൽ, ഫോർ, ഫോർ ഈച്ച്. ഓക്കെ, അഥവാ അഡ്വാൻസ്ഡ് ഫോർ ലൂപ്പ്. പിന്നെ ജമ്പിങ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ വരുന്നതാണ് ബ്രേക്ക്, കണ്ടിന്യൂ, ഇപ്പം നമ്മൾ ലാസ്റ്റ് പഠിച്ചത്. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് ബ്രേക്ക്, കണ്ടിന്യൂ, റിട്ടേൺ. ഇത്രയും സാധനങ്ങളാണ് നമ്മളെ ഇന്നത്തെ സെഷനിൽ വരുന്നത്.